അഊദുബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. യാ ഹിമ്മത്തശ് ശൈഖ് ലനാ ബിഹാദൽ മഹ്ദരി വതഅതിഫി ബിനദ്റത്തിൻ തഅതി ലനാ ബിൽളഫരി. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ആഴ്ച സൂറത്ത് നിസാൻ്റെ 163, 64, 65 ആയത്ത് ആയിരുന്നു വിശദീകരിച്ചിരുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണെന്നും ഇൻഷാ അല്ലാഹ് അതോടുകൂടെ 166 ആയത്തും കൂടി നമുക്ക് വിശദീകരിക്കാം. ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യിന മിൻ ബഅദിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വഹി നൽകി. നൂഹ് നബി അലൈഹി സ്വലാമിന് വഹി നൽകിയ പോലെയും അവർക്ക് ശേഷമുള്ള നബിമാർക്ക് വഹി നൽകിയ പോലെയും വൗഹൈനാ ഇലാ ഇബ്രാഹിമ വ ഇസ്മായില വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്ത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനും യാഖൂബ് നബി അലൈഹി സ്വലാമിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഒക്കെ വഹി നൽകിയതുപോലെ വ ഈസ വ അയ്യൂബ വ യൂനുസ വ ഹാറൂന വ സുലൈമാൻ. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമിനും അയ്യൂബ് നബി അലൈഹി സ്വലാമിനും യൂനുസ് നബി അലൈഹി സ്വലാമിനും ഹാറൂൻ നബി അലൈഹി സ്വലാമിനും സുലൈമാൻ നബി അലൈഹി സ്വലാമിനും വഹി നൽകിയതുപോലെ. ഇതിൽ റാജിമാമ് എന്തുകൊണ്ടാണ് ഈസാ നബീനെ ആദ്യം പറഞ്ഞത്? ഈസാ നബി അലൈഹി സ്വലാം പിന്നീട് വന്നത്, സുലൈമാൻ നബിക്കൊക്കെ ശേഷം വന്നതാണല്ലോ. അത് ഒന്നാമത്തത് ഒരു കാരണം പറയുന്നത് അത് ജൂതന്മാർക്കുള്ള മറുപടിയാണെന്നോ. കാരണം ജൂതന്മാർക്ക് ഈസാ നബി അലൈഹി സ്വലാമിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ജൂതന്മാർക്ക് ഒരു മറുപടി എന്നോണം ഈസാ നബിൻ്റെ പ്രാധാന്യത്തെ ആദ്യം എടുത്ത് പറഞ്ഞതാണ്. വാതൈന ദാവൂദ ദബൂറ. അതുപോലെ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു ദബൂർ നൽകുകയും ചെയ്തു. വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബൽ വറുസുലൻ ലം നഖ്സുസ്ഹും അലൈക. നാം അങ്ങേക്ക് മുമ്പ് വിവരിച്ച് തന്നിട്ടുള്ള മുർസലീങ്ങളെയും അതുപോലെ തന്നെ അങ്ങക്ക് വിവരിച്ച് തരാത്തവരെയും അവർക്കൊക്കെ അള്ളാഹു അങ്ങനെയുള്ളവരൊക്കെ അയച്ച അമ്പിയാക്കന്മാരെപ്പോഴും എല്ലാവരെയും അള്ളാഹു റസൂലുള്ളാഹികളെ ആ ലാഹിറിന് വിവരിച്ച് കൊടുത്തിട്ടില്ല. കൊടുക്കാത്തവരുണ്ട്, കൊടുത്തവരുണ്ട്. വകല്ലമല്ലാഹു മൂസാ തകലീമ. മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. റസുലൻ മുബശ്ശിരീന വമുൻദിരീന. അതുപോലെ തന്നെ സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായ മുർസലീങ്ങളായിരുന്നു അവർ. അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തൻ ബഅദ റസൂൽ. എന്തിനു വേണ്ടിയാണ് അങ്ങനെ മുർസലീങ്ങൾ അയച്ചത്? ആ മുർസലീങ്ങൾക്ക് ശേഷം അള്ളാഹുവിനെതിരെ ഒരു ന്യായം ആളുകൾ പറയാതിരിക്കാൻ. വകാന അല്ലാഹു അസീസൻ ഹക്കീമ. തീർച്ചയായും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. ഇതിൻ്റെ വിശദീകരണമാണ് ഫീരിയാൽ തഫ്സീർ നമ്മൾ നോക്കിയത്. തഫ്സീർ റാജി എന്നുള്ള ചില വിശദീകരണങ്ങളാണ്. അപ്പോൾ ഈ ആയത്ത് വന്നത് ജൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, നിങ്ങൾ ആകാശത്തുനിന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നേരിട്ടൊരു കിതാബ് മുഴുവനായിട്ട് നമുക്ക് കാണണം. മൂസാ നബി അലൈഹി സ്വലാമിന് അയച്ചത് ഇറക്കി കൊടുത്ത പോലെ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് തന്നെ അതിനോട് ചേർത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട റാജി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്. നൂഹ് നബി അലൈഹി സ്വലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഇവരൊക്കെ നബിമാരാണ്, അവർക്ക് നുബുവത്ത് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ അവർക്കൊക്കെ നുബുവത്ത് നൽകുമ്പോൾ ആ നുബുവത്തിന് അവരെങ്ങനെയാണ് നബിയാന്ന് മനസ്സിലായത്? അവരുടെയൊക്കെ മുജിദത്ത് കാരണമാണ്. അവർ മുജിദത്ത് വെളിവാക്കിയത് കൊണ്ടാണ് നബിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ അവരിൽ ഓരോരുത്തർക്കും നിർണിതമായ വ്യത്യസ്ത തരത്തിലുള്ള മോചിതത്വമായിരുന്നു ഉണ്ടായിരുന്നത്. അവരിൽ ഓരോരുത്തർക്കും അള്ളാഹു നൽകിയ ഇത്തരം വ്യത്യസ്ത മോചിതത്തുകളിൽ നിന്ന് ഈ സംശയം ദൂരീകരിക്കപ്പെടുമെന്നും തങ്ങൾക്കാവശ്യമായ പ്രത്യേക മോചിതത്ത് ദൂരീകരിക്കപ്പെട്ടുവെന്നും തങ്ങൾക്കാവശ്യമായ പ്രത്യേക മോചിതത്ത് തന്നെ വേണമെന്നും ജൂതന്മാരുടെ ശാഠ്യം തികച്ചും അർത്ഥശൂന്യമാണെന്നും നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഓരോ നബിമാർക്കും വ്യത്യസ്തമായ മോചിതത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. നൂഹ് നബിക്ക് ഉണ്ടതുപോലെയല്ല ഇബ്രാഹിം നബിക്കും ഉള്ളതുപോലെയല്ല ഇസ്മായിൽ നബിക്കും ഒന്നും ഉണ്ടായിരുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്ത മോചിതത്തുകളാണ്. അപ്പോൾ
നമുക്ക് ഈ മോചിതത്ത് കിട്ടിയാൽ പോരാ, വേറൊരു മോചിതത്ത് വേണം എന്ന് പറയുന്ന ശാഠ്യം ജൂതന്മാരെ ശാഠ്യമാണ്. അത് ശരിക്കും നല്ലൊരു ശാഠ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ നമുക്ക് ഇങ്ങനെ ഇറങ്ങിയാൽ പോരാ, നേരിട്ടൊരു കിതാബ് കിട്ടണം എന്ന് പറയുന്നത് മറ്റ് നബിമാർക്ക് അള്ളാഹു കൊടുത്ത ഒരു മോചിതത്ത് പോലെ, അതുപോലത്തെ ഒരു മോചിതത്ത് ഉണ്ടായാലേ നമ്മൾ വിശ്വസിക്കുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുന്നത് പോലെയാണ്. ഈ വിഷയത്തിലെ യാഥാർത്ഥ്യം ഇതാണ്. ഒരു വാദം തെളിയിക്കപ്പെടുന്നത് അതിനുള്ള തെളിവ് സ്ഥിരപ്പെടുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ തെളിവ് ലഭിക്കുകയും അത് പൂർണ്ണമാവുകയും ചെയ്താൽ വീണ്ടും മറ്റൊരു തെളിവ് ചോദിക്കുന്നത് അതിര് കവിയലും അവരുടെ പിടിവാശിയും ധിക്കാരവും പ്രകടിപ്പിക്കൽ മാത്രമാണ്. ഓൾറെഡി ഒരു തെളിവ് കാണിക്കപ്പെട്ടു, ഒരു മോചിതത്ത് കാണിക്കപ്പെട്ടു. അങ്ങനെ കാണിക്കപ്പെട്ട സ്ഥിതി ഇത് പോരാ, ഇനി ഒന്നുകൂടി കിട്ടണം എന്ന് പറയുന്നത് പിടിവാശി കാണിക്കലാണ്, ധിക്കാരം കാണിക്കലാണ്. ഇത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ വിഷയത്തിൽ മാത്രമല്ല, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ വിഷയത്തിലും നമുക്കൊരു ദൃഷ്ടാന്തം വെളിവായി, നമുക്കൊരു ബോധ്യപ്പെട്ടു. അതുപോലെ നമുക്കിനി എപ്പോഴും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കണം, എപ്പോഴും നമുക്കത് കണ്ടുകൊണ്ടിരിക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല, അത് പിടിവാശിയാണ്. അങ്ങനെ അമ്പിയാക്കന്മാർക്ക് വിഷയത്തിൽ അള്ളാഹുവിൻ്റെ രീതി അതല്ല. ഔലിയാക്കന്മാരുടെ വിഷയത്തിൽ എന്തായാലും അതാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നു. ഈ റസൂലിന് എന്തിന് ഈ മോചിതത്ത് നൽകി, മറ്റേ റസൂലിന് എന്തുകൊണ്ട് വേറൊരു മോചിതത്ത് നൽകി എന്ന് ചോദിച്ച് അവരെ ആക്ഷേപിക്കാൻ ആർക്കും അവകാശവുമില്ല. അപ്പോൾ ഒരു വലിയന് ഒരു കറാമത്ത് കിട്ടി, എന്തുകൊണ്ട് ആ വലിയനെ പോലെ കറാമത്ത് ഈ വലിയ കാണിക്കുന്നില്ല, ഇങ്ങനൊന്നും ഒരു ഔലിയാക്കന്മാരോട് ചോദിക്കാൻ പറ്റൂല. അമ്പിയാക്കന്മാരോട് മോചിതത്ത് ചോദിക്കാൻ പറ്റാത്ത പോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതേ മറുപടി തന്നെയാണ് അള്ളാഹുവിൻ്റെ ഈ വചനത്തിലും പറഞ്ഞിട്ടുള്ളത്. ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഉറവ നീ ഒഴുക്കി തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല എന്ന് അവർ പറഞ്ഞു. അതുമുതൽ പറയുക, എൻ്റെ രക്ഷിതാവൻ എത്ര പരിശുദ്ധൻ, ഞാനൊരു മനുഷ്യനായ റസൂൽ മാത്രമാണ്, മറ്റെന്തെങ്കിലുമാണോ എന്ന് ചോദിച്ച വരെയുള്ള സൂറത്തുൽ ഇസ്രായിലെ വാക്യങ്ങൾ ഇതിന് തെളിവാണെന്ന്. ഇതിനർത്ഥം നിങ്ങൾ റസൂലാണെന്ന് മാത്രമാണ് വാദിച്ചത്. തൻ്റെ സത്യസന്ധത തെളിയിക്കാൻ ഒരു റസൂലിന് ഒരു മോചിതത്ത് അനിവാര്യവുമാണ്. അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവരിക, നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവരിക എന്നത് റിസാലത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതല്ല. അപ്പോൾ റസൂലാണെന്ന് വാദിക്കുന്ന ഒരു ആള് ഒരു മോചിതത്ത് കാണിക്കണം. ആ മോചിതത്ത് അവർ കാണിച്ചു, ആ മോചിതത്തിനനുസരിച്ച് അവർ വിശ്വസിക്കണം. ഇനി അതേ അവർക്ക് നിബന്ധനയുള്ളൂ. അല്ലാതെ അവർ ചോദിക്കുന്ന മോചിതത്ത് മുഴുവൻ, ജനങ്ങൾ ചോദിക്കുന്ന മോചിതത്ത് മുഴുവൻ ഇവർ കാണിക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയിൽപ്പെട്ടതല്ല. അതുപോലെ തന്നെ ഔലിയാക്കന്മാർക്കും. ജൂതന്മാർ ഉന്നയിച്ച സംശയങ്ങൾക്കുള്ള ശക്തവും സ്വീകാര്യവുമായ മറുപടിയാണിത്. ഈ ആയത്തിൻ്റെ പ്രധാന ഉദ്ദേശവും ഇത് തന്നെയാണ്. പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമിനെ പരാമർശിച്ചുകൊണ്ട് തുടങ്ങാൻ കാരണം മതപരമായ വിധികളും ഹലാലും ഹറാമും അള്ളാഹു ആദ്യമായി ശരീഅത്ത് ആക്കിയ നബി അദ്ദേഹമായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഇന്നാ ഔഹൈന ഇലൈക കമാ ഔഹൈന ഇലാ നൂഹിൻ എന്ന് ആദ്യം നൂഹ് നബി അലൈഹി സ്വലാമിനെ തന്നെ പറഞ്ഞു തുടങ്ങിയത് എന്താ? അതിനൊരു കാരണം മഹാനവറുകൾക്കാണ് ശരീഅത്തിൻ്റെ നിയമം ആദ്യമായി നൽകപ്പെട്ടത്. പിന്നെ അള്ളാഹു പറഞ്ഞു, വൻ നബീന മിൻ ബഅദിഹിം, അദ്ദേഹത്തിന് ശേഷമുള്ള നബിമാരെയും. തുടർന്ന് ചില നബിമാരെ അവർ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠതായി കൊണ്ട് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. ഏതുപോലെ? അവൻ്റെ മലക്കുകളെയും റസൂലുകളെയും ജിബ്രീലിനെയും മീക്കായിലിനെയും എന്നുള്ള പറഞ്ഞ പോലെ, വൽ മലായികത്തിഹി വറസുലിഹി ജിബ്രീൽ വ മീക്കായിൽ. അവിടെ മലായിക്കത്ത് എന്ന് പറഞ്ഞ ജിബ്രീൽ മീക്കായിൽ ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെന്തിനാ വീണ്ടും ജിബ്രീൽ മീക്കായിൽ പറഞ്ഞത്? അവരുടെ ശ്രേഷ്ഠത കൊണ്ട് എടുത്തു പറഞ്ഞതാണ്. അതുപോലെ ഔഹൈനായില നൂഹിൻ വൻ നബീന മിൻ ബഅദിഹി, നൂഹ് നബി അലൈഹി സ്വലാമിന് വഹി നൽകി അതിന് ശേഷമുള്ള നബിമാർക്കും എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഔഹൈനായില ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ എന്നൊക്കെ വീണ്ടും എടുത്തു പറഞ്ഞത് അവരിൽ ചില ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ മഹത്വം ഉള്ളത് കൊണ്ടാണ്. മൂസാ നബി അലൈഹി സ്വലാം ഒഴികെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട അമ്പിയാക്കന്മാർ 12 പേരാണെന്ന് നീ മനസ്സിലാക്കുക. മൂസാ നബിയെ അവരോടൊപ്പം പരാമർശിച്ചിട്ടില്ല. അതിന് കാരണം ജൂതന്മാർ ഇപ്രകാരം പറഞ്ഞതാണ്: ഓ മുഹമ്മദ്, താങ്കൾ ഒരു നബിയാണെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത്
ഒറ്റ തവണയായി കൊണ്ടുവന്നത് പോലെ ആകാശത്ത് നിന്ന് ഒറ്റയടിക്ക് ഒരു ഗ്രന്ഥം താങ്കൾ ഞങ്ങൾക്ക് വന്നു തരിക. അപ്പോൾ അള്ളാഹു താല ഈ സംശയത്തിന് മറുപടി നൽകിയത് ഇപ്രകാരമാണ്: ഈ 12 അമ്പിയാക്കന്മാരും അള്ളാഹുവിൻ്റെ നബിമാരും റസൂലുകളും ആയിരുന്നല്ലോ. എങ്കിൽ അവരിൽ ഒരാൾ പോലും തൗറാത്ത് പോലെയുള്ള ഒരു ഗ്രന്ഥം ഒറ്റത്തവണയായി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇതൊരു മറുപടി പോലെയാണ്. അതായത് മൂസാ നബി അലൈഹി സ്വലാമിനെ ഇതിൽ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ പറയാതിരുന്നത്? മൂസാ നബിക്ക് ഈ കൂട്ടത്തിൽ മഹത്വമില്ലായിട്ടല്ല. മൂസാ നബീനെ പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ജൂതന്മാർക്ക് മറുപടി കൊടുക്കുകയാണ് അള്ളാഹു. അതായത് ജൂതന്മാർ പറഞ്ഞത് മൂസാ നബിക്ക് തൗറാത്ത് കൊടുത്തതുപോലെ ഒറ്റയടിക്ക് ഖുർആനും നമുക്ക് കിട്ടണം, ഇങ്ങനെ ഘട്ടം ഘട്ടമായി പറ്റൂല, അത് മുജിദത്തായി ഒരു പരിഗണിക്കൂല എന്നൊരു പറഞ്ഞപ്പോൾ അള്ളാഹ് പറയാം, അങ്ങനെയാണെങ്കിൽ നൂഹ് നബി നിങ്ങൾ അംഗീകരിക്കുന്ന നബിയല്ലേ, ഇബ്രാഹിം നബി നിങ്ങൾ അംഗീകരിക്കുന്ന നബിയല്ലേ, ഇസ്മായിൽ നബി അംഗീകരിക്കുന്ന നബിയല്ലേ, ഇസാഖ് നബി അംഗീകരിക്കുന്ന നബിയല്ലേ, യാക്കോബു നബിയോ അലൈഹി സ്വലാമോ അവരുടെ മക്കളും നിങ്ങൾ അംഗീകരിക്കുന്ന നബിയല്ലേ, ഈസാ നബി, അയ്യൂബ് നബി, യൂനുസ് നബി, ഹാറൂൻ നബി, സുലൈമാൻ നബി അലൈഹി സ്വലാം, ഇവരൊക്കെ ഈസാ നബി ഒഴികെയുള്ള ബാക്കിയുള്ള നബിമാരൊക്കെ അവർ തൗറാത്ത് പോലത്തെ ഒരു ഗ്രന്ഥം ഒറ്റ തവണ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ജൂതന്മാരുടെ കണക്കിൽ തൗറാത്ത് പോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവന്നിട്ടില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ലേ? അപ്പം എന്തുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചുകൂടാ? അപ്പോൾ തൗറാത്ത് ഒറ്റയടിക്ക് കിട്ടിയാൽ മാത്രമേ ഒരു നബിയായിട്ട് നിങ്ങൾ വിശ്വസിക്കുമെന്ന് പറയുന്ന മാനദണ്ഡം ഇവിടെ തെറ്റല്ലേ ഈ നബിമാരുടെ ഒക്കെ വിഷയത്തിൽ എന്ന് പറയാണ്. പിന്നീട് ദാവൂദിന് നാം സബൂർ നൽകി എന്ന വചനത്തിലൂടെ അള്ളാഹു അമ്പിയാക്കളുടെ പരാമർശം അവസാനിപ്പിച്ചു. അതിനർത്ഥം സബൂർ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടും മൂസാ നബിക്ക് ഫലകത്തിൽ തൗറാത്ത് ഒറ്റത്തവണയായി അവതരിപ്പിച്ചതുപോലെ ദാവൂദ് നബിക്ക് അത് ഫലകത്തിലായി ഒറ്റത്തവണയായിട്ടല്ല അവതരിച്ചത്. അപ്പം ഈ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വരെയുള്ള നബിമാരിൽ പറഞ്ഞ കാര്യങ്ങൾ അവർക്കൊന്നും ഒറ്റയടിക്കല്ലല്ലോ, അവർക്ക് ഗ്രന്ഥങ്ങളൊന്നും കിട്ടിയോണ്ടല്ലല്ലോ നിങ്ങൾ വിശ്വസിച്ചത്. ജൂതന്മാരോട് പറയും, ഈസാ നബി ഒഴികെയുള്ള ബാക്കി നബിമാർക്കൊന്നും ഗ്രന്ഥങ്ങൾ ലഭിച്ചുകൊണ്ടൊന്നല്ല നിങ്ങൾ വിശ്വസിച്ചത്. എന്നാൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് സബൂർ നൽകി, അതും അവർക്കുള്ള മറുപടിയാണ്. കാരണം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ സബൂർ ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കപ്പെട്ടത്. അപ്പോൾ ഒറ്റ അടിക്ക് കിട്ടണം എന്ന് പറയുന്ന ആ ഒരു വാദം അവിടെ പൊളിയല്ലേ? ദാവൂദ് നബി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് സബൂർ കിട്ടിയത് ഒറ്റ തവണയായിട്ടല്ലല്ലോ, ഘട്ടം ഘട്ടമായിട്ടല്ലേ. അതുകൊണ്ട് തൗറാത്ത് അവതരിച്ച അതേ രൂപത്തിലല്ലാത്ത ഒരു ഗ്രന്ഥം അവതരിക്കുന്നത് ആ ഗ്രന്ഥം അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന വസ്തുതക്ക് യാതൊരു കോട്ടവും വരുത്തുന്നില്ല. തൗറാത്ത് അവതരിച്ച അതേ രൂപത്തിലല്ലാത്ത ഒരു ഗ്രന്ഥം അവതരിക്കുന്നത് ആ ഗ്രന്ഥം അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന വസ്തുതക്ക് യാതൊരു കോട്ടവും വരുത്തുന്നില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇത് വളരെ മനോഹരവും ശക്തവുമായ ഒരു ന്യായമാണ്, ഒരു തെളിവാണ്. അതായത് തൗറാത്ത് ഒറ്റ തവണയായിട്ടാണ് ലഭിച്ചത് എന്ന് കരുതി എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെ ലഭിക്കണം എന്ന് നിങ്ങൾ പറയുന്ന വാശി നിങ്ങളുടെ തത്വത്തിന് തന്നെ തെറ്റാണ്. കാരണം നിങ്ങൾ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ നിങ്ങൾ വിശ്വസിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സബൂറിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഘട്ടം ഘട്ടമായി അവതരിച്ചുകൊണ്ടല്ല. മറ്റ് നബിമാരെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഗ്രന്ഥം അവതരിപ്പിക്കുക പോലും ചെയ്യായിട്ടാണ്. പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് എന്നുള്ള ചോദിക്കാൻ. പിന്നെ അവസാനത്തെ ആയത്തിൽ റുസുലൻ മുബശ്ശിരീന എന്ന് തുടങ്ങുന്ന ആയത്തിന് വ്യാഖ്യാനത്തിൽ ഇമാം റാസി തങ്ങൾ പറയാണ്, ഈ വാക്കുകളും ജൂതന്മാരുടെ സംശയങ്ങൾക്കുള്ളൊരു മറുപടിയാണെന്ന് നീ മനസ്സിലാക്കുക. ഇതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ്: അള്ളാഹുവിൻ്റെ ആരാധനയിൽ മുഴുകുന്ന സൃഷ്ടികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുമ്പോൾ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയുമാണ് അമ്പിയാക്കളുടെ നിയോഗിച്ച ലക്ഷ്യം. ഇതാണ് നബി നിയോഗത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കപ്പെട്ടാൽ അതിൻ്റെ ഉദ്ദേശം പൂർണ്ണമാവുകയും ആവശ്യപ്പെടുന്ന കാര്യം നിറവേറ്റപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ റസൂല മുബശ്ശിരീന വമുൻദിരീന, അതായത് മുസ്ലിങ്ങൾ അയച്ചത് സന്തോഷവാർത്ത അറിയിക്കാനും താക്കീത് നൽകാനുമാണ്. അപ്പോൾ ഈ താക്കീത് നൽകുന്ന സന്തോഷവാർത്ത അറിയിക്കലും അങ്ങനെ രണ്ട് കാര്യങ്ങളും അവർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു കഴിഞ്ഞു. അപ്പം ആവശ്യപ്പെടുന്ന ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെടുന്നതിലൂടെ ഈ അടിസ്ഥാന ലക്ഷ്യം അവതരിപ്പിക്കപ്പെടുന്നതിലൂടെയാണ് ഈ അടിസ്ഥാന ലക്ഷ്യം കൈവരിക്കപ്പെടുന്നത്. ഈ ഗ്രന്ഥം ഫലകങ്ങളിൽ
എഴുതപ്പെട്ടതാണെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലും, അതുപോലെ അത് ഒറ്റത്തവണയായി അവതരിച്ചാലും അതല്ല പലപ്പോഴായി ഘട്ടം ഘട്ടമായി അവതരിച്ചാലും ഇതിൽ ലക്ഷ്യമാക്കുന്ന കാര്യത്തിൻ്റെ അവസ്ഥയിൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം മുർസലീങ്ങളെ അയക്കുന്നത് സന്തോഷ വാർത്ത അറിയിക്കാനും താക്കീത് നൽകാനും വേണ്ടിയാണ്. അത് ഒറ്റ തവണയായി അറിയിച്ചാലും ഘട്ടം ഘട്ടമായി അറിയിച്ചാലും ഒരു ഫലകത്തിൻ്റെ മുകളിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അതിന് ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് വേദഗ്രന്ഥം പലപ്പോഴായി ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കുന്നതാണ് ജനങ്ങൾക്ക് നന്മക്കും താല്പര്യങ്ങൾക്ക് കൂടുതൽ അനുയോജ്യവും എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഒരു ഗ്രന്ഥം ഒറ്റ തവണയായി അവതരിപ്പിക്കുകയാണെങ്കിൽ അതിലെ മതപരമായ ബാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. അവയെല്ലാം ഒന്നിച്ച് ജനങ്ങളുടെ മേൽ ചുമത്തപ്പെടുമ്പോൾ അത് സ്വീകരിക്കുക എന്നത് അവർക്ക് വലിയ ഭാരമായി തീരും. അക്കാരണത്താലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത ധിക്കാരത്തിൽ ഉറച്ചു നിൽക്കുകയും ആ ബാധ്യതകളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തത്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഒറ്റ തവണയായിട്ടാണ് തൗറാത്ത് നൽകിയത്. അത് നൽകിയതോട് കൂടി അതുവരെ അതിൻ്റെ ശരീഅത്തൊന്നുമില്ലല്ലോ, പെട്ടെന്നാണ് തൗറാത്ത് വരുന്നത്. അപ്പോൾ തൗറാത്തിലെ ബാധ്യതകൾ അവർക്ക് നിർവഹിക്കാൻ ഭയങ്കര പ്രയാസമായി തോന്നി. അപ്പോൾ ഖുർആനും അതുപോലെ ഒരൊറ്റ തവണയായിട്ട് അവതരിക്കപ്പെട്ടാൽ അതിൻ്റെ കൽപ്പനകളും വിലക്കുകളും ഒക്കെ കൊണ്ടു നടക്കാൻ ആളുകൾക്ക് പ്രയാസമാവുമായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചത്. അതിൻ്റെ ഒരു കാരണം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അള്ളാഹിൻ്റെ ഔലിയാക്കൾ നമ്മളൊക്കെ നമ്മുടെ ശരീഅത്തിൻ്റെ ഉലമാക്കൾ സാധാരണ ആളുകളെ ദാവത്ത് ചെയ്യുമ്പോൾ ഈ ഒരു ഫലകം ഈ മൊത്തം അങ്ങോട്ട് ദാവത്ത് ചെയ്യുക. അതായത് അവരെ ഘട്ടം ഘട്ടമായ ആളുകളെ നന്നാക്കുക എന്നുള്ളത് ഒരു ബാധ്യതയല്ല അവർക്ക് മനസ്സിലാക്കുക. അവർ ഒരൊറ്റ ആളും ഒരു പോയിന്റ് അവർക്ക് ഉണ്ടാവുള്ളൂ. ഒന്ന് മോശമല്ല നല്ല, ആ നല്ലതിലേക്ക് നല്ലതാവണം. അവർ പറയുന്ന കുറേ കാര്യങ്ങൾ മാച്ച് ആവണം. എല്ലാം കൂടി മാച്ച് ആയാലും നല്ല ആവുള്ളൂ. അതിനിടയിലുള്ള സ്റ്റെപ്പുകളൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ദഅവത്ത് നടത്തുമ്പോൾ ആളുകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായി തോന്നും. അതേസമയം അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഉൾക്കാഴ്ചയുള്ള മഹത്തുക്കൾ ആളുകളെ ഘട്ടം ഘട്ടമായിട്ടാണ് തർബീയത്ത് ചെയ്യുക. അവരുടെ അടുത്ത് കള്ളുടിയന്മാരും വിചാരികളും എല്ലാവരും വരും. അവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നിസ്കരിക്കാത്ത രൂപത്തിലായിരിക്കും അവർ വരുന്നുണ്ടാവും. കുറേ കഴിഞ്ഞ് അവർ നിസ്കാരം തുടങ്ങുന്നുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അവർ നോമ്പ് വെക്കാൻ തുടങ്ങുന്നുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അവർ ദിക്റും ഖുർആനോത്തും തുടങ്ങുന്നുണ്ടാവും. അങ്ങനെ ഘട്ടം ഘട്ടമായി അവരിങ്ങനെ അവരോടെപ്പോഴും ഈ മഹാന്മാരുടെ സുഹബത്തും അവരോടുള്ള പ്രോത്സാഹനങ്ങളും ഖുർആനും ഹദീസും അവർ പറയുന്നതും അവർക്ക് ആ പ്രോത്സാഹനം കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുള്ളൂ. ആ പ്രോത്സാഹനം കൊണ്ട് തന്നെ അവരിങ്ങനെ ഘട്ടം ഘട്ടമായി മുന്നോട്ട് വരുന്നത് കാണാൻ പറ്റും. നിർബന്ധിപ്പിക്കുന്ന അവസ്ഥ അവർക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതൊരു വലിയൊരു ബാധ്യത പോലെ ഒരു എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായി അവർക്ക് അനുഭവപ്പെടില്ല എന്ന് കരുതി ദീനിൽ നമുക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണെന്നതൊക്കെ ഇട്ട് എറിഞ്ഞു പോകുന്നല്ല പെട്ടോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. നമ്മളെ നഫ്സിനെ പറ്റി അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അതേസമയം നമ്മൾ മറ്റുള്ളവരെ പറ്റി പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രൂപത്തിലല്ല നമ്മൾ ആളുകളെ ക്ഷണിക്കേണ്ടത്. പതിയെ പതിയെ അവരെ റഹ്മത്തിൻ്റെ ഒരു കുടവരിച്ചിട്ട് അതിൻ്റെ തണലിലായിട്ടാണ് അവരങ്ങനെ കൊണ്ടുവരേണ്ടത്. അങ്ങനെ വരുമ്പോൾ കുറച്ച് അവർക്ക് അത് പ്രയാസമില്ലാത്ത രൂപത്തിൽ ഏറ്റവും പരിപൂർണമായ അവസ്ഥയിലേക്ക് അവർ എത്തും. അതേസമയം ഒരൊറ്റയടിക്ക് ഒരാളെ പോയി നന്നാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. എപ്പോഴും നടക്കണമെന്നില്ല, തീരെ നടക്കില്ല എന്നല്ല. എന്നാൽ ഗ്രന്ഥം പലപ്പോഴായി ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുന്നില്ല. മറിച്ച് ബാധ്യതകൾ പടിപടിയായും ഭാഗികമായും മാത്രമേ അവതരിക്കുന്നുള്ളൂ. അപ്പോൾ ജനങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ വഴക്കവും അനുസരണയും ഉണ്ടാകുന്നു. ഈ മറുപടിയുടെ ചുരുക്കം ഇതാണ്: റസൂലുകളെ നിയോഗിക്കുന്നതിൻ്റെയും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെയും യഥാർത്ഥ ലക്ഷ്യം ജനങ്ങൾക്ക് വിവരമറിയിക്കലും മുന്നറിയിപ്പ് നൽകലുമാണ്. വേദഗ്രന്ഥം ഒറ്റത്തവണയായി അവതരിച്ചാലും അല്ലെങ്കിലും ഈ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേദഗ്രന്ഥം ഒറ്റയടിക്ക് അവതരിപ്പിക്കണം എന്ന ജൂതന്മാരുടെ ആവശ്യം തികച്ചും അർത്ഥശൂന്യവും അടിസ്ഥാനരഹിതവുമാണ്. ആ സംശയത്തിനുള്ള വളരെ മനോഹരമായ മറ്റൊരു മറുപടി കൂടിയാണിത്. തുടർന്ന് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിച്ചത് വക്കാൻ അള്ളാഹു അസീസൻ ഹക്കീമ, അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു എന്ന വചനത്തിലൂടെയാണ്. ഇതിനർത്ഥം അവർ നബിമാരിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഈ കാര്യം അള്ളാഹുവിൻ്റെ കഴിവിന് മുന്നിൽ വളരെ നിസ്സാരമായ ഒന്നാണ്.
അള്ളാഹ്ക്ക് വേണം ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇറക്കിത്തരാം, കുഴപ്പമൊന്നുമില്ല. അള്ളാഹ്ക്കതൊരു അസാധ്യമായൊരു കാര്യമൊന്നുമല്ല. എന്നാൽ നിങ്ങൾ അത് പെട്ടത് തികഞ്ഞ പിടിവാശിയുടെ അടിസ്ഥാനത്തിലാണ്. ഉന്നതമായ അള്ളാഹു പ്രതാപിയാകുന്നു. ധിക്കാരത്തോടെ ആവശ്യപ്പെടുന്നവൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാതിരിക്കുക എന്നത് അവൻ്റെ പ്രതാപത്തിൻ്റെ താല്പര്യമാണ്. അപ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ അടുത്ത് നിന്നൊക്കെ എന്തെങ്കിലും ഒരു കറാമത്തൊക്കെ നമ്മൾ വിചാരിക്കുന്ന കറാമത്ത് നടക്കണം നമ്മൾ വാശി പിടിച്ചാൽ ആ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിലൂടെ അത് നടത്തി തരിക എന്നുള്ള അള്ളാഹ്ക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷേ അള്ളാഹു ആ പിടിവാശിക്ക് നിൽക്കൂല. കാരണം ആ പിടിവാശിക്ക് നിൽക്കാതിരിക്കുക എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ പ്രതാപത്തിൻ്റെ താല്പര്യമാണ്. അത് അള്ളാഹു അജീസാണെന്നുള്ളതിൻ്റെ താല്പര്യമാണ്. നമുക്ക് അമ്മ പിടിവാശിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തരാതിരിക്കുക, നമ്മൾ വാശി പിടിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അള്ളാഹു അപ്രകാരം ചെയ്തു കൊടുത്താൽ പോലും അവർ അങ്ങനെ പിടിവാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് അള്ളാഹുവിന് അറിയാവുന്നതുകൊണ്ട് ഈ വിഷയം, ഈ നിഷേധം അവൻ്റെ യുക്തിയുടെയും താല്പര്യമാണ്. അപ്പം ഇനിയിപ്പോൾ അഥവാ പിടിവാശിക്ക് നിന്നിട്ട് അള്ളാഹു അത് അവർക്ക് കാണിച്ചു കൊടുത്താൽ അവർ അത് അംഗീകരിക്കൂല എന്നും അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാണ് അള്ളാഹു ഹക്കീമൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ വിഷയത്തിലും ഒരാളിങ്ങനെ പറയും, ഞാൻ ഇത് കണ്ടാലേ ഞാൻ ഓരോ വിശ്വസിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അവർ കണ്ടു തന്നെ കരുതുക, എന്നാൽ ഒരു വിശ്വസിക്കുന്നില്ല എന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാണ് അള്ളാഹു ഹക്കീമൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ താല്പര്യമാണത്. അതിന് കാരണം അള്ളാഹു താല മൂസാ നബിക്ക് ഈ ആദരവ് നൽകിയിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് അഹങ്കാരത്തിലും നിർബന്ധ ബുദ്ധിയിലും പിടിവാശിയിലും തന്നെ ഉറച്ചു നിൽക്കുകയാണുള്ളത്. അപ്പോൾ ഈ ചോദിക്കുന്ന കാര്യം മൂസാ നബിക്ക് അള്ളാഹു കൊടുത്തിരുന്നല്ലോ. ഇത് കൊടുത്തിട്ടും അവർ മൂസാ നബി അലൈഹി സ്വലാമിനോട് ധിക്കാരം കാണിക്കുകയല്ല ചെയ്തത്, പറഞ്ഞത് അനുസരിക്കാതിരിക്കുകയല്ല ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ പിടിവാശി കാണിക്കുന്ന ആളുകൾ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കുന്നു. അള്ളാഹു ആലം. അപ്പോൾ കമാ ഔഹൈന, നാം ദിവ്യബോധനം നൽകിയതുപോലെ, അങ്ങനെ പറഞ്ഞല്ലോ, കമാ ഔഹൈന ഇലാ നൂഹിൻ വന്നബിയ്യിന മിൻ ബഅദിഹി എന്ന് പറഞ്ഞാൽ ഇത് ഇസ്മായിൽ ഹക്കീം റൂസുവിൻ്റെ റൂഹുൽ ബയാൻ എന്നുള്ള ഉദ്ധരണിയാട്ടോ. ഇന്ന ഔഹൈന ഇലാ കമാ ഔഹൈന ഇലാ നൂഹിൻ, നൂഹ് നബി അലൈഹി സ്വലാമിന് കൊടുത്തതുപോലെ എന്ന് പറഞ്ഞല്ലോ. എന്നാൽ നമ്മുടെ ദിവ്യബോധനത്തിന് സമാനമായ ദിവ്യബോധനം എന്ന് അർത്ഥം നൂഹിനും അദ്ദേഹത്തിന് ശേഷമുള്ള പ്രവാചകന്മാർക്കും നബിമാർക്കും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ആദ്യം പരാമർശിക്കാൻ കാരണം, ഇത് മറ്റൊരു കാരണം പറയാണ്. നേരത്തെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആദ്യം പരാമർശിക്കാൻ കാരണം ഇമാം റാസി തങ്ങൾ പറഞ്ഞത് അത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ആണ് ആദ്യം ശരീഅത്ത് കൊടുത്തത്, ആ കാരണം കൊണ്ടാണ്. ഇവിടെ മറ്റൊരു കാരണം പറയാം. ഈ കാരണം കുറച്ചും കൂടി നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു കാരണം. നൂഹ് നബി അലൈഹി ഇസ്ലാം ആദ്യം പരാമർശിക്കാൻ കാരണം അദ്ദേഹം മനുഷ്യ വംശത്തിൻ്റെ രണ്ടാമത്തെ പിതാവായതുകൊണ്ടാണ്. ഒന്ന്, നബി അലൈഹി ഇസ്ലാമിന് ശേഷം നൂഹ് നബിക്ക് ശേഷം ഇവിടെയുള്ള എല്ലാവരെയും നശിപ്പിക്കപ്പെട്ടല്ലോ പ്രളയം കൊണ്ട്. അതുകൊണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം മനുഷ്യൻ്റെ രണ്ടാമത്തെ പിതാവാണ് എന്നാണ് ഒരു കാരണം. തൻ്റെ പ്രബോധനത്തെ നിഷേധിച്ചത് കൊണ്ട് സമുദായം ശിക്ഷിക്കപ്പെട്ട ആദ്യത്തെ നബി ആയതുകൊണ്ടുമാണ്. അതായത് നൂഹ് നബി അലൈഹി സ്വലാം ആളുകൾ അള്ളാഹിലേക്ക് ക്ഷണിച്ചപ്പോൾ, ദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ അത് നിഷേധിച്ച കാരണമായി ജനങ്ങൾ ശിക്ഷിക്കപ്പെടുകയുണ്ടായി. ആ ശിക്ഷ ലഭിച്ച ആ ശിക്ഷിക്കപ്പെടുക എന്നുള്ള പരിപാടി നടന്നത് ആദ്യം നൂഹ് നബി അലൈഹി സ്വലാമിനാണ്, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കൗമിനാണ്. നൂഹ് നബിക്ക് 1000 വർഷം ആയുസ് നൽകപ്പെട്ടുവെന്നും അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ടോ ശക്തി കൊണ്ടോ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ലെന്നും നര ബാധിച്ചിട്ടില്ലെന്നും പറയപ്പെടുന്നു. ഈ 1000 വർഷം നൂഹ് നബി അലൈഹി സ്വലാം ജീവിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രായമോ ശക്തിയോ, പ്രായം കൊണ്ട് ശക്തി കുറയുകയോ അല്ലെങ്കിൽ ഒരു ഉണ്ടല്ലോ കുറേ വയസ്സ് കൂടിയാൽ നമുക്ക് ശക്തിയൊക്കെ കുറയൂലേ, അതുപോലെ നൂഹ് നബിക്ക് ശക്തി കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു നര പോലും നൂഹ് നബി അലൈഹി സ്വലാമിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള പ്രബോധനത്തിൽ അദ്ദേഹം നടത്തിയത്ര പരിശ്രമം മറ്റൊരു നബിയും നടത്തിയിട്ടില്ല. തൻ്റെ ജനതയിൽ നിന്ന് നേരിട്ട പീഡനങ്ങളിൽ അദ്ദേഹം സഹിച്ചത്ര ക്ഷമ മറ്റൊരു നബിയും സഹിച്ചിട്ടില്ല. അദ്ദേഹം തൻ്റെ ജനതയെ രാവും പകലും രഹസ്യമായും പരസ്യമായും ഹക്കിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. 1000 വർഷം രാവും പകലും അദ്ദേഹം ജനങ്ങളെ ഹക്കിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തെ തൻ്റെ ജനത മർദ്ദിക്കുമായിരുന്നു. ഒരു നബിനെ ആൾക്കാർ അടിക്കുക, എത്രത്തോളം അടിക്കുന്നു പറഞ്ഞാൽ ബോധം നഷ്ടപ്പെടുന്നവരെ അദ്ദേഹം മർദ്ദിക്കപ്പെട്ടു. ഉലുൽ അസ്മിൽപ്പെട്ട ഒരു നബീനെ പറ്റിയായി പറയണത്.
ആ നബീനെ ജനങ്ങൾ അടിക്കുമായിരുന്നു, എന്നിട്ട് അടിച്ചിട്ട് ബോധം കെട്ട് വെക്കുമായിരുന്നു എന്ന്. അപ്പം നമ്മളൊക്കെ ആലോചിക്കാം, ഏതെങ്കിലും അള്ളാഹിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക്, അള്ളാഹിൻ്റെ വഴി സ്വീകരിച്ച ആളുകൾക്ക് നമുക്കൊരു തലവേദന ഉണ്ടായാലും എന്താപ്പോൾ, ഞാൻ ത്വരീക്കത്തൊക്കെ സ്വീകരിച്ച് എനിക്കൊരു തലവേദന വരികയാണല്ലോ, ഇതിപ്പോൾ ത്വരീക്കത്ത് സ്വീകരിച്ചതിൻ്റെ ഒരു ദുർലക്ഷണമായിരിക്കും എന്നൊക്കെ നമ്മൾ കരുതലുണ്ടല്ലോ. അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ മശായിഖന്മാർക്കൊക്കെ എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടാൽ, എന്താപ്പോൾ മൂപ്പരൊക്കെ അവസ്ഥ, എന്തൊക്കെ പ്രയാസങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്, ഇതൊക്കെ എന്താ ത്വരീക്കത്ത് മോശമായതുകൊണ്ട് തന്നെ അല്ലേ, അതല്ലാതെ എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയും. ആളുകളിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നാൽ, ആളുകൾ എതിർക്കുന്ന കാര്യം കണ്ടാൽ, എന്തിനാ ആൾക്കാർ ഇങ്ങനെയൊക്കെ എതിർക്കണത് കണ്ടല്ലോ, പിന്നെ തീയില്ലാതെ പുക ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലേ. അതായത് എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാർ എതിർക്കേണ്ട ആവശ്യം ഉണ്ടാവുമോ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണല്ലോ എതിർക്കുന്നത്, ചീത്ത പറയുന്നത്. എന്നാൽ ഉലുൽ അസ്മിൽപ്പെട്ട ഏറ്റവും വലിയ നബിമാരിൽപ്പെട്ട മുർസലീങ്ങളിൽപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമിനെ 1000 വർഷം ആൾക്കാർ മർദ്ദിച്ചിരുന്നു. എത്രത്തോളം മർദ്ദിച്ചിട്ട് നൂഹ് നബി അലൈഹി സ്വലാം ബോധരഹിതനായി വീകുമായിരുന്നു. ബോധം തെളിഞ്ഞാൽ അദ്ദേഹം തിരികെ വരികയും ദൈവികമായ സന്ദേശം എത്തിക്കുകയും ചെയ്യും. ബോധം തെളിഞ്ഞാൽ വീണ്ടും ദാവത്തുമായിട്ട് മുന്നേറുമായിരുന്നു. അന്ത്യദിനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഭൂമി പിളർന്ന് ആദ്യം പുറത്തു വരുന്നത് അദ്ദേഹമാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ നൂഹ് നബി അലൈഹി സ്വലാമിന് പറയാനുള്ള കാരണം, അത്രയും ജനങ്ങളെടുത്തുനിന്ന് ദ്രോഹം ഏൽക്കേണ്ടി വന്ന ആളാണ്. 1000 വർഷം ദാവത്ത് നടത്തിയിട്ട് വളരെ കുറഞ്ഞ ആൾക്കാരാണ് നൂഹ് നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാരണം കൊണ്ടാണ്. പിന്നെ ഈ നുബുവത്തും റിസാലത്തും തമ്മിലുള്ള വ്യത്യാസം പറയാണ്. ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന വഹി നൽകപ്പെട്ടവരാണ് റസൂലുകൾ. ജിബ്രീൽ അലൈഹി സ്വലാം മുഖേനയല്ലാതെ മറ്റൊരു മലക്ക് വഴിയോ സ്വപ്നദർശനം വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൽഹാം വഴിയോ വഹിയിൽ നൽകപ്പെട്ടവരാണ് നബിമാർ. മറ്റ് നബിമാർക്ക് കിട്ടുന്ന വഹി ജിബ്രീൽ അലൈഹി സ്വലാം മുഖേനയല്ല. ഇനി തഫ്സീർ ലതായിഫുൽ ഇഷാറാത്തിൻ ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്ന ഭാഗം വായിക്കാം. ഇഫ്രാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അംബിയാ ബിൽ ഈമാൻ ലിഫ്രാദിഹിം ബിത്തഖ്സീസ് വൽ ഫദീല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റ് അമ്പിയാക്കന്മാരിൽ നിന്ന് എടുത്തു പറഞ്ഞത് അവിടുത്തെ ഈമാൻ വെക്കുന്നത് പ്രത്യേകമായി പറഞ്ഞത് അവിടുത്തെ പ്രത്യേകമായ പദവി കൊണ്ടും പ്രത്യേകതകൾ കൊണ്ടുമാണ്. വഅഫ്റദ നൂഹൻ അലാ മനസ്തഹഖഹു മിനൽ മഖാം. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു എടുത്തു പറഞ്ഞത് അദ്ദേഹത്തിനോട് യോജിച്ചൊരു മക്കാം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. വഫ്രദ് റസൂലിന അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു എടുത്തു പറഞ്ഞത് അലാമ അസ്തഹഖഹു ഹുവ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യോജിച്ച ഒരു മക്കാം അവിടത്തേക്കുള്ളത് കൊണ്ടാണ്. ഫസ്തറഖ ഫി ഇഫ്രാദി. ഈ ഓരോന്ന് എടുത്തു പറയുന്നതിൽ രണ്ടുപേരും യോജിക്കുന്നുണ്ട്. അതായത് നബിയെ അങ്ങേക്ക് വഹി നൽകിയതുപോലെ നൂഹ് നബിക്കും കൊടുത്തു എന്ന് പറഞ്ഞാൽ, അപ്പോൾ എടുത്തു പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതുപോലെ തന്നെ നൂഹ് നബീനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ രണ്ടുപേരും ഒരുപോലെ യോജിക്കുന്നുണ്ട്. ലാകിന്നഹുമാ തബായന ഫി ഫളീല. എന്നാൽ അവർ ഫളീലത്തിലൊരുപോലെയല്ല, മഹത്വത്തിലൊരുപോലെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. അലാ ഹുസ്നുൽ മക്കാം, അവരുടെ രണ്ടുപേരുടെയും മക്കാമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് അവർ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫതഫറദ വാഹിദൻ മിൻ ബൈനി അഷ്കാലിഹി ബിഐരി ഫളായിൽ. മറ്റ് നബിമാരുടെ അടുത്തുനിന്ന് നൂഹ് നബി അലൈഹി സ്വലാമിന് അവരെപ്പോലത്തെ ഒരു ഫضൽ മാത്രമേ ഉള്ളൂ. ഈസാ നബി അലൈഹി സ്വലാമിനെ, മൂസാ നബി അലൈഹി സ്വലാമിനെ, ഇബ്രാഹിം നബീനെ ഒക്കെ പറഞ്ഞതുപോലെ അവരെപ്പോലത്തെ ദർജ തന്നെയാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമിനുള്ളത്. എന്നിട്ടും അവരുടെ എടുത്തു പറയപ്പെട്ടു. എന്നാൽ തഫറദ ആഖിറൻ മിൻ ബൈനി അദ്റാബിഹി ബിഅൽഫി ഫളീലതൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്, മറ്റു നബിമാരിൽ നിന്ന് എടുത്തു പറഞ്ഞത് റസൂലുള്ളാഹിങ്ങൾക്ക് അങ്ങനെ ചെറിയൊരു ഫദീലത്തായിട്ടില്ല, അല്ല, അവരെക്കാളൊക്കെ 1000 മടങ്ങ് ഫദീലത്തുള്ളത് കൊണ്ടാണ്. 1000 എന്നൊരു കണക്ക് വെറുതെ പറഞ്ഞതാണ്. അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് വരെ ചേർത്ത് പറയാൻ പോലും പറ്റാത്തത്ര മടങ്ങ് ഫദീലത്ത് റസൂലുള്ളാഹിങ്ങൾക്കുണ്ട് എന്ന കാരണം കൊണ്ടാണ്. സുന്നത്തുല്ലാഹി ഫി ഔലിയായിഹി. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ വിഷയത്തിൽ അള്ളാഹിൻ്റെ സുന്നത്ത്, അള്ളാഹിൻ്റെ നടപടിക്രമം എന്ന് പറയുന്നത് സത്തറു കൗമീൻ, അവരെ കുറച്ച് പേരെ അള്ളാഹു മറച്ചു വെക്കുക എന്നുള്ളതാണ്. വഷഹറു കൗമീൻ, കുറച്ച് പേരെ അള്ളാഹു വെളിവാക്കുക എന്നുള്ളതാണ്. മഹത്തുക്കൾ പറയുന്നത് കാണാം, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ വിഷയത്തിൽ അള്ളാഹിൻ്റെ നടപടിയിൽ ഈ
ചിലരെ അള്ളാഹു മറച്ചു വെക്കും, ചിലരെ അള്ളാഹു വെളിവാക്കും എന്ന് പറഞ്ഞാൽ ഈ മറച്ചു വെക്കുന്നുള്ളവരാണ് കൂടുതൽ, വെളിവാക്കുന്നുള്ളൊരു കുറവാണ്. അപ്പോൾ ഒരു ഭാഗത്തെ അള്ളാഹു വെളിവാക്കുകയും ഒരു ഭാഗത്തെ അള്ളാഹു മറച്ചു വെക്കുകയും ചെയ്യും. വബിദാലിക ജറത് സുന്നത്തുഹു ഐദൻ ഫിൽ അംബിയ. ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ വിഷയത്തിലും അള്ളാഹിൻ്റെ നടപടിക്രമം, രീതി. അലൈഹി സ്വലാത്തു വസ്സലാം അദ്ഹറ അസ്മ, കാരണം അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാരിൽ ചിലരെ അള്ളാഹു വെളിവാക്കി, ചിലരെ അള്ളാഹു മറച്ചു വെച്ചു. അദ്ഹറു അസ്മാ ഖൗമിൻ വ അജ്മലു തഫ്ദീലൻ ആഖിരീൻ. ഒരു വിഭാഗത്തിനെ അള്ളാഹു വെളിവാക്കി പേരൊക്കെ പറഞ്ഞ് വിശദീകരിച്ചു, എന്നാൽ മറ്റൊരു വിഭാഗത്തെ മൊത്തത്തിൽ പറഞ്ഞു, നബിമാരുണ്ടെന്ന് പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. വ ഈമാനു വാജിബുൻ ബി ജമീ അംബിയാഇ. എന്നാൽ എല്ലാ നബിമാരിലെയും വിശ്വസിക്കൽ നമുക്ക് വാജിബാണ്, നിർബന്ധമാണ്. ജുംലത്തം വ തഫ്സീലൻ. അവരോരോരുത്തരായിട്ടും മൊത്തത്തിലും അവരോരോരുത്തരെയും മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമാണ്. കമാ അന്നൽ ഇഹ്തിറാമ വാജിബുൻ. ഏതുപോലെയാണത്? അത് ഇഹ്തിറാമു വാജിബുൻ, നമുക്ക് ഇഹ്തിറാമു ചെയ്യൽ, ബഹുമാനിക്കൽ, ആദരിക്കൽ നിർബന്ധമാവുന്നത് പോലെയാണ്. ജമീ ഔലിയായി, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ മുഴുവൻ ആദരിക്കൽ നമുക്ക് നിർബന്ധമാവുന്നത് പോലെയാണ്. ജുംലത്തം വ തഫ്സീലൻ. ഒറ്റയ്ക്കാണെങ്കിൽ മൊത്തത്തിലും, ഒറ്റക്കും മൊത്തത്തിലും അള്ളാഹിൻ്റെ ഔലിയാക്കം, ചിലർ മൊത്തത്തിൽ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ അംഗീകരിക്കും. ഒറ്റക്ക് ഓരോരുത്തർ നോക്കിയാൽ അവർ ഇയാൾ പറ്റൂല അയാൾ പറ്റൂല അറിയും. എന്നാൽ ചിലർ ഒറ്റക്കൊറ്റക്ക് അംഗീകരിക്കും, മൊത്തത്തിൽ അംഗീകരിക്കൂല. ഇയാൾ അള്ളാഹിൻ്റെ വലിയ, ബാക്കിയൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നറിയാം. അല്ല, മൊത്തത്തിലും ഒറ്റക്കും ഔലിയാക്കന്മാരെ മുഴുവൻ ഇഹ്തിറാമ് ചെയ്യൽ, ബഹുമാനിക്കൽ നിർബന്ധമാണ്. അമ്പിയാക്കന്മാരെ ആദരിക്കലും അവരെ വിശ്വസിക്കലും അവരിൽ ഈമാൻ വെക്കൽ നമുക്ക് നിർബന്ധമാവുന്നത് പോലെ. കദാലിക അഹ്വാലുൽ ഇബാദ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാണ് ശൈഖ് അവർകൾ. കദാലിക അഹ്വാലുൽ ഇബാദ്. അടിമകളുടെ ആത്മീയ അവസ്ഥകൾ ഇതുപോലെ തന്നെയാണ്. സത്ര അലൈഹിം ബാദൻ. ചില ആത്മീയ അവസ്ഥകൾ അള്ളാഹു അവർക്ക് മറച്ചു വെക്കും. വാദഹർ ലഹും ബാദുഹ. ചില ആത്മീയ അവസ്ഥകൾ അവർക്ക് അള്ളാഹു ഒളിവാക്കി കൊടുക്കുകയും ചെയ്യും. അമ്മാ അലഹറഹ ലഹും. ഈ ആത്മീയാവസ്ഥകൾ വെളിവാക്കിയ ആത്മീയാവസ്ഥകളുള്ളവരാണെങ്കിൽ അതുണ്ടാവുമ്പോൾ അതെന്ത് ചെയ്യണം? തലബഹും ബി ഇഖ്ലാസ് ഫിഹ. അള്ളാഹു അതിൽ നിന്ന് നമ്മൾ താല്പര്യപ്പെടുന്നത് അതിൽ ഇഖ്ലാസ് വെക്കാനാണ്, അതിൽ ആത്മാർത്ഥത ഉണ്ടാവുക എന്നുള്ളതാണ് അള്ളാഹിൻ്റെ താല്പര്യം. അമ്മാ സത്രഹ അലൈഹിം. അള്ളാഹു ഒരു ആത്മീയാവസ്ഥകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മറച്ചു വെക്കും. നമുക്ക് തന്നെ മനസ്സിലാവില്ല ആത്മീയ അവസ്ഥ നമുക്ക് ഉണ്ടെന്ന്. നമ്മൾ ഉള്ളിൽ നിന്ന് അത് മറച്ചു വെക്കും. വലിയന്നഹും ആറാല കുലൂബിഹിം. കാരണം അള്ളാഹുവിനത് അസൂയയാണ്. ഈ അടിമന്റെ ഹൃദയം മിൻ മുലാഹദത്തി അഹ്വാലിഹിം. ആ ഒരു അവസ്ഥനെ കണ്ടാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അടിമന്റെ ഹൃദയം ആ അവസ്ഥനെ കാണുന്നത് വരെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ അള്ളാഹ് അസൂയാലുവാണ്. അതുകൊണ്ട് അള്ളാഹു ആ ആത്മീയാവസ്ഥ അടിമന്റെ ഉള്ളിൽ നിന്ന് മറച്ചു വെക്കും. തഹീലൻ ലഹും. അള്ളാഹു അത് അവൻ തയ്യാറാക്കിയത് എന്തിനാണ്? ലിഹ്തിസാസി ബി ഹഖായിഖിം. അള്ളാഹു അവന് പ്രത്യേകമായ ഹഖായിക്കുകളുടെ അവസ്ഥ കൊടുക്കാനാണ്. അഫ്രദഹും ബി മആനിഹ. അതിൻ്റെ അർത്ഥസാരങ്ങളിലേക്ക് അവൻ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളറിയില്ല, നമുക്ക് ഒരാൾ ഫനാ ആവുന്നു, ഒരാൾക്ക് ജദ്ബ് ഉണ്ടാവുന്നു, ആത്മീയമായ അവസ്ഥകളൊക്കെ വരുന്നു. പക്ഷേ ഇതൊന്നും അവനെ അറിയുന്നില്ല. പെട്ടെന്നാണ് സംഭവിക്കുന്നത്. നമ്മൾ അതിനായിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായൊരു ഹാലോ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. പെട്ടെന്നൊരു നമ്മുടെ ഉള്ളിലോ ജദ്ബ് വരുന്നു, നമുക്ക് അതിലൂടെ അങ്ങനെ എന്തൊക്കെയോ അനുഭവങ്ങൾ വരുന്നു. നമുക്ക് എന്ന് കരുതാം ഇത് അള്ളാഹു നമ്മുടെ ഉള്ളിൽ വെച്ചൊരു മറച്ചൊരു ആത്മീയമായ അവസ്ഥ. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും. അള്ളാഹിൻ്റെ ആളുകൾക്ക് വെളിവാക്കിയ ആത്മീയാവസ്ഥകളുണ്ടാവും, മറച്ചു വെച്ച ആത്മീയാവസ്ഥകളുണ്ടാവും. ചിലവർക്ക് വെളിവാക്കിയ ആത്മീയാവസ്ഥകൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കാണാൻ സാധിക്കും. അവർക്ക് ഇഖ്ലാസ് വെക്കാൻ സാധിക്കും. ചിലർക്ക് അത് കുറവായിരിക്കും. അപ്പോൾ വിചാരിക്കും എനിക്ക് കാര്യമായ ആത്മീയാവസ്ഥകളൊന്നും ഇല്ലയെന്ന്. എന്നാൽ ഈ കുറവുള്ളവർക്ക് കൂടുതൽ അവർക്ക് ആന്തരികമായ അള്ളാഹു മറച്ചു വെച്ച ആത്മീയാവസ്ഥകളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർക്ക് ഈ ഹഖീഖത്തുകളും മാരിഫത്തുകളും ഒക്കെ അങ്ങനെ അറിയുന്നതും പെട്ടെന്ന് ജദ്ബ് വരുന്നതും അതിലൂടെ എങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെ. അത് അവർക്ക് മറച്ചു വെച്ചതാണ്. എന്തിനാണ്? അവരുടെ ഹൃദയം അള്ളാഹു അസൂയാലുമാണ്. അവരുടെ ഹൃദയം പോലും അത് അറിയുന്നതിന് തൊട്ട് ഹൃദയം വരെ അറിയണ്ട, അവിടെ നിന്നോട്ടെ എന്ന് പറയുന്ന രൂപത്തിലാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ അള്ളാഹു മറച്ചു വെച്ചതുപോലെ ഓരോ അള്ളാഹുവിൻ്റെ ആളുകളുടെ
വക്കല്ലം അല്ലാഹു മൂസ തക്ലീമ, മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സംസാരിച്ചു. ഇഖ്ബാറുൻ, ഇതൊരു അറിയിപ്പാണ്. അൻ തഹ്സീസിഹി ഇയ്യാഹു, മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ ഒരു ഫദ്ലിനെ. ബി ഇസ്തിമാ കലാമിഹി ബിലാ വാസിത, ഒരു മാധ്യമവുമില്ലാതെ അള്ളാഹുവിൻ്റെ സംസാരം കേട്ടു എന്ന പ്രത്യേകത എടുത്തു പറഞ്ഞതാണിത്. ഖൗലുഹു ജല്ല ദിക്റുഹു, അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു റസൂലൻ മുബശ്ശിരീൻ മുൻദിരീൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവരും പിന്നെ നമ്മോട് താക്കീത് നൽകുന്നവരുമായ മുർസലീങ്ങളെ പറ്റി പറഞ്ഞു. അതിനെക്കുറിച്ച് പറയാണ്, വഖഫ ഹൽക്ക, ഈ സൃഷ്ടിനെ അള്ളാഹു വെച്ചു, ഇന്ദ മഖാദീരിഹിം, അവരുടേതായ സ്ഥലങ്ങളിൽ. വബയ്യന, എന്നിട്ട് അള്ളാഹു അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. അന്നഹു അർസല ഇലൈഹിം റുസുലൻ ഫതഫറദു അലൈഹിം ഇലാ ഇജ്തിബാഇ സവാബിഹിം, എന്നിട്ട് അവരിലേക്ക് പിന്നെ മുർസലീങ്ങളെ അയച്ചിട്ട് എന്ത് ചെയ്തു, അവർക്ക് പ്രതിഫലം കിട്ടുന്ന നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. വൈജിത്തിനാബിമാ ഫിഹി ഇസ്തിഹാഖു അദാബിഹിം, അതുപോലെ അവർക്ക് ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന അവർ മോശപ്പെട്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ മുർസലീങ്ങൾ വഴി അള്ളാഹു ചെയ്തു കൊടുത്തു. വാന്നഹു ലൈസ ലിഹൽക്കി സബീൽ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താ, മനുഷ്യന്മാർ അള്ളാഹു വെച്ചു, എന്നിട്ട് മനുഷ്യന്മാർക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുത്തു, മോശവും പഠിപ്പിച്ചു കൊടുത്തു. അവരെ പിന്നെ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അവർക്ക് പ്രതിഫലം നൽകുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ശിക്ഷ നൽകുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ എന്താ മനസ്സിലാവുന്നത്, വഅന്നഹു ലൈസ ലിൽ ഖൽഖി സബീലൻ, ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് സൃഷ്ടികൾക്കൊരു വഴിയുമില്ല. ഇലാ റാഹത്തി യത്ലുബൂനഹ, അവരാഗ്രഹിക്കുന്ന റാഹത്ത് കിട്ടാൻ അവർക്കൊരു വഴിയുമില്ല. വലാ ഇലാ ആഫത്തി യജ്തനിബൂനഹ, അവര് പേടിക്കുന്ന ഒരു ആഫത്ത്, ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ അവർക്കൊരു വഴിയുമില്ല. ഇമ്മാ ഫി ഹാലിൻ ഔ ഫി മആലിൻ, ഇപ്പോഴാണെങ്കിലും ഭാവിയിലാണെങ്കിലും ഒന്നുമില്ല, അള്ളാഹ് അവർക്ക് നൽകിയതല്ലാതെ. ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്, ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു അടിമനെ അള്ളാഹു വെച്ചു. ആ അടിമനെ സന്തോഷിപ്പിക്കുന്ന കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ദുഃഖിക്കുന്ന കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ശിക്ഷിക്കുന്ന കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പ്രതിഫലം കൊടുക്കുന്ന കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ എന്തിനാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അതിനർത്ഥം എന്ത് നല്ല കാര്യമാണെങ്കിലും അവർക്ക് സ്വന്തമായി അതിലൊരു വഴിയുമില്ല, അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ലാതെ. അള്ളാഹുവിലൂടെ അല്ലാതെ അവർക്കൊരു സന്തോഷവും നേടാൻ പറ്റൂല. അള്ളാഹുവിലൂടെ അല്ലാതെ അള്ളാഹുവിനെതിരായിട്ടല്ലാതെ അവർക്കൊരു ദുഃഖവും കിട്ടുകയില്ല. അപ്പോൾ നമ്മളൊരു സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്, അള്ളാഹുവിലൂടെ ഒന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ അതിലെത്തിച്ചേരൂല. നമ്മളൊരു ദുഃഖം പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിലൂടെ ആയി നിൽക്കുന്ന സമയത്ത് ഒരു ദുഃഖം പ്രതീക്ഷിക്കുന്നുണ്ട്, അങ്ങനെയാണ് ആ ദുഃഖം നമുക്ക് കിട്ടുകയില്ല. അള്ളാഹ് ഉദ്ദേശിച്ചാലേ ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരടിമനെ അള്ളാഹുവിലേക്ക് നയിക്കുന്നതാണ്. ഈ മുർസലീങ്ങളൊക്കെ ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടണം, അള്ളാഹുവിലൂടെ യാത്ര ചെയ്യണം, അള്ളാഹുവിലായി നിൽക്കണം, എന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ എന്ന് പഠിപ്പിച്ചു തരികയാണ്. ഖൗലുഹു ജല്ല വഅല, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലിഅല്ലാ യകൂനു ലില്ലാഹി ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുലി വകാന അല്ലാഹു അസീസൻ ഹകീമ, അതായത് അള്ളാഹുവിനെതിരെ അവരൊരു തെളിവ് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നബിമാരെ അയച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ ശൈഖുകൾ പറയാണ്, അന്ന യകൂനു ലിമൻ ലഹു ഇലല്ലാഹി ഹാജത്തുൻ അലല്ലാഹി ഹുജ്ജത്തുൻ, അള്ളാഹു അല്ലാത്തൊരു ആഗ്രഹം, അതായത് എപ്പോഴും ആഗ്രഹങ്ങൾ മാത്രമുള്ള ആൾക്ക്, സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത, എല്ലാം അള്ളാഹുവിനോട് മാത്രം പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹിൻ്റെ മുമ്പിൽ ഒരു ന്യായം ഉണ്ടാവുക? എപ്പോഴും അള്ളാഹിനോടാണ് അവൻ്റെ ഹാജത്തൊക്കെ, എപ്പോഴും അള്ളാഹിനോടാണ് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ. അങ്ങനെ ഉണ്ടാവുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹിൻ്റെ മുമ്പിൽ ന്യായം നിരത്താൻ പറ്റുക? ഇപ്പം ന്യായം നിരത്താൻ പറ്റുന്നുള്ള അടിസ്ഥാനത്തിലല്ല ഇത് പറയപ്പെട്ടത്. എന്തുകൊണ്ടത് പറഞ്ഞത്? വലാകിന്നല്ലാഹു ഹാതബഹും അലാ ഹസബി ഉഖൂലിഹിം, ഇത് പറയപ്പെട്ടത് അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു അവരോട് സംസാരിച്ചു എന്നുള്ളൂ. അല്ലാതെ ഇതിനർത്ഥം അള്ളാഹിൻ്റെ മുമ്പിൽ അവരിങ്ങനെ തെളിവ് നിരത്തും എന്നൊന്നല്ല, അള്ളാഹിനെ കൊടുക്കുന്നൊന്നും അങ്ങനെ ആ രൂപത്തിൽ തെളിവ് നിരത്തുന്നല്ല ഇതിൻ്റെ അർത്ഥം.
ഈ ബഹർ മദിയിൽ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു പറയാണ്, ഇതിൽ വളരെ രസകരമായ കുറച്ച് ചർച്ചകൾ മഹാനുകൾ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും അള്ളാഹിൻ്റെ കേൾവി എങ്ങനെയാണ് സാധ്യമാവുക, അള്ളാഹിൻ്റെ കേൾവിക്ക് അള്ളാഹിനെ കേൾക്കെങ്ങനെയാണ്, അള്ളാഹിനെ കേൾക്കുന്നതിൽ നമുക്ക് ശബ്ദവും ഭാഷയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ശബ്ദയും ഭാഷ ഉണ്ടാവാൻ പാടില്ലേ എന്നൊക്കെ ചർച്ചകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഉലമാ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഉലമാക്കൾ അംബിയ ബനി ഇസ്രായേൽ, ഈ ഉമ്മത്തിലെ സാധാരണ ഉലമാക്കൾ തന്നെ ബനി ഇസ്രായേലിലെ അമ്പിയാക്കന്മാരെ പോലെയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ലോകത്ത് അയക്കപ്പെട്ട അമ്പിയാക്കന്മാരിൽ പകുതി പേരും ബനു ഇസ്രായേൽക്കാരാണ്. അപ്പോൾ അവരെ പോലെയാണ് നമ്മളെ ഉമ്മത്തിലെ ഉലമാക്കൾ. ഉഖ്റവിയായ ഉലമാക്കളാണ് ഉദ്ദേശിക്കുന്നത്. അവർ ആരിഫീങ്ങളാവണമെന്നില്ല. അള്ളാഹ്ക്ക് വേണ്ടി പരലോകത്തെ പഠിച്ച് ഇൽമു പഠിക്കുകയും അറിവ് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഉലമാക്കൾ അവർ ബനൂ ഇസ്രായേൽ അമ്പിയാക്കന്മാരെ പോലെയാണ്. എന്നാലോ അൽ ആരിഫൂന മിൻഹും, എന്നാൽ അവരിൽ ആരിഫീങ്ങളുണ്ടല്ലോ, അള്ളാഹനെ അറിഞ്ഞ ആരിഫീങ്ങൾ, കറുസുല മിൻഹും, അവരിലെ അമ്പിയാക്കന്മാരിൽ മുർസലീങ്ങളെ പോലെയാണ് ഈ ഉമ്മത്തിലെ ആരിഫീങ്ങൾ എന്ന്. ഈ ഉമ്മത്തിലെ സാധാരണ പണ്ഡിതന്മാർ നബിമാരെ പോലെയാണ്. ഈ ഉമ്മത്തിലെ ആരിഫീങ്ങൾ മുർസലീങ്ങളെ പോലെയാണ്. കാല ഇബ്നു ഫാരിദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു ഫാരിദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഫആലിമുനാ മിൻഹും നബിയ്യുൻ വമാ ദഅ ഇലൽ ഹഖ് മിന്നാ ഖാമ ബിർറുസ്ലിയ്യതി വആരിഫുനാ ഫീ വഖ്തിനാ അഹ്മദിയ്യ മിൻ ഉലിൽ അസ്മി മിൻഹും ആഖിദും ബി അസീമതി. ഫആലിമുനാ മിൻഹും നബിയ്യുൻ, ആ കൂട്ടത്തിൽ നിന്നുള്ള ആലിമീങ്ങൾ അവർ നബീനെ പോലെയാണ്. നമ്മളെ കൂട്ടത്തിൽ ഈ വിശ്വാസങ്ങൾ ഉമ്മത്തിൽ നിന്നുള്ള ആലിമീങ്ങൾ നബിമാരെ പോലെയാണ്. വമൻ ദഅ ഇലൽ ഹഖ്, എന്നാൽ അവരിൽ ആരെങ്കിലും ഹക്കിലേക്ക് ക്ഷണിച്ചവരാണെങ്കിലോ മിമ്മാ ഖാമ ബിറുസുലിയ്യതി, അവർ റസൂലിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിലനിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ അത് പാലിച്ചവരാണ്, അതിൽ നിലനിൽക്കുന്നവരാണ്. ഇബ്നു ഫാരിദിൻ്റെ അഭിപ്രായത്തിൽ ഈ ഉമ്മത്തിലെ ആലിമീങ്ങൾ നബിമാരെ പോലെയാണ്. ആ ആലിമീങ്ങൾ തന്നെ ഹക്കിലേക്ക് ക്ഷണിച്ച ആൾക്കാരുണ്ടോ, അവർ മുർസലീങ്ങളെ പോലെയാണ്. വ ആരിഫുനാ ഫീ വഖ്തിനൽ അഹ്മദി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഈ ഒരു ഉമ്മത്തിൽ ആരിഫീങ്ങളോ മിൻ ഉലുൽ അസ്മി മിൻഹും, അവർ ഈ മുർസലീങ്ങൾ തന്നെ ഉലുൽ അസ്മുകളെ പോലെയാണ്. മുർസലീങ്ങളിൽ ഉലുൽ അസ്മ് എത്ര സ്ഥാനമുണ്ടോ അതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലെ ആരിഫീങ്ങളായ ഹക്കിലേക്ക് ക്ഷണിക്കുന്ന ഉലമാക്കളുടെ അവസ്ഥ. ആഹിദും ബി അസീമതി, അവർ ദൃഢനിശ്ചയത്തോടു കൂടി ഉറച്ചു നിൽക്കുന്നവരാണ്. ആ ദൃഢനിശ്ചയത്തിൽ പിടിച്ചു നിൽക്കുന്നവരാണ്. അവരെ അസ്മത്ത് ഉന്നതമാണ്. അവർ അള്ളാഹുവിനെ പൂർണ്ണമായും മുറുകെ പിടിക്കുന്നവരാണ്. അപ്പോൾ ഈ ഉമ്മത്തിലെ സാധാരണ ആലിമീങ്ങൾ, ഉഖ്റവിയ ആലിമീങ്ങൾ നബിമാരെ പോലെയും അവരിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ മുർസലീങ്ങളെ പോലെയും അവരിലുള്ള ആരിഫീങ്ങൾ ഉലുൽ അസ്മിൽപ്പെട്ട അമ്പിയാക്കന്മാരെ പോലെയാണെന്നാണ് ഇബ്നു ഫാരിദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്. ഫഇന്നഹും യുശാരിഖൂനഹും ഫീൽ വഹി ഇൽഹാമി, നബിമാർക്ക് വഹി കിട്ടുന്നത് പോലെ ഈ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർക്ക് ഇൽഹാം കിട്ടുന്നുണ്ട്. വയഹ്സുലു ലഹുമുൽ മഖാമലത മഅൽ മുശാഹദതി, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള സംഭാഷണവും അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥയും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. വയസ്മഊന മിനൽ ഹഖ്, അവർ ഹക്കിൽ നിന്ന് കേൾക്കുന്നുണ്ട്. കമാ യൻതഖൂന ബി, അത് ആ ഹക്കിനോട് അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഹക്കിനോട് സംസാരിക്കുന്നുണ്ട്, ഹക്കിന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ വിഷയത്തിൽ സംഭവിക്കുന്നുണ്ട് അള്ളാഹിൻ്റെ ആരിഫീങ്ങൾക്ക്. കാല ശുസ്താരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, അനബില്ലാഹി അൻതിഖു വമിനല്ലാഹി അസ്മഉ, അനബില്ലാഹി അൻതിഖു, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് സംസാരിക്കുന്നുണ്ട്. വമിനല്ലാഹി അസ്മഉ, അള്ളാഹുവിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. താറത്തൻ, ചിലപ്പോൾ യസ്മഊന കലാമുഹു ബിൽ വസായിത്തി, അവർ ഇടനിലക്കാരിലൂടെ ആ സംസാരം കേൾക്കും. വതാറത്തൻ, ചിലപ്പോൾ മിൻ ഐദി വസായിത്തിൻ, ഇടനിലക്കാരൊന്നും ഇല്ലാതെ ആ സംസാരം കേൾക്കും.
അള്ളാഹുവിൻ്റെ സംസാരം ചിലപ്പോൾ ഒരു മാധ്യമങ്ങളിലൂടെ അവർ കേൾക്കും, ചിലപ്പോൾ മാധ്യമങ്ങളൊന്നും ഇല്ലാതെയും കേൾക്കും. യഅരിഫു ഹാദ, ഈ ഒരു കാര്യം അറിയും അഹ്ലുൽ ഫന്ന്, ഈ ഒരു ഫന്നിൽ, അതായത് മാരിഫത്തിൻ്റെ തസവുഫിൻ്റെ ഫന്നിൽ, ഫന്നിൻ്റെ ആളുകൾക്ക് ഈ കാര്യം മനസ്സിലാവും. മിൻ അഹ്ലിൽ ദൗഖ്, ആത്മീയമായ രുചിയുള്ള ഈ മേഖലയിലുള്ള ആളുകൾക്ക് ഈ കാര്യം മനസ്സിലാവുന്നു. അതായത് അള്ളാഹുവിൻ്റെ സംസാരം അവർക്ക് മാധ്യമങ്ങളിലൂടെയും മാധ്യമമില്ലാതെയും ഒക്കെ അവർക്ക് കേൾക്കാൻ സാധിക്കുമെന്നത് ഈ ആത്മീയ രുചിയുള്ളവർക്കൊക്കെ മനസ്സിലാവും. വശഅ്നു മൻ ലം യബ്ലഉ മഖാമഹും, എന്നാൽ ഈ ഒരു മഖാം എത്തിക്കാത്തവർ, അതായത് ഈ ഒരു അനുഭവം ഒന്നും കിട്ടാത്ത ആളുകൾ, അവരുടെ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടത്? തസ്ലീമുൻ, അവർ ഈ വിഷയം അംഗീകരിക്കുകയാണ് വേണ്ടത്, കീഴ്പ്പെടുകയാണ് വേണ്ടത്. ഈ വിഷയത്തിൽ എന്ത് ചെയ്യാതെ വിമർശിക്കരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല, കാരണം ഒരു കവി പാടിയിട്ടുണ്ട്, ഇല്ലം തറൽ ഹിലാല ഫസല്ലിം ലി ഉനാസിൻ റഔഹു ബിൽ അബ്സാരി. ഇല്ലം തറ ഹിലാല, അതായത് മാസപ്പിറവിനെ ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ ഫസല്ലിം, അവൻ കീഴ്പ്പെടണം. ലി ഉനാസിൻ, മനുഷ്യർക്ക് മുമ്പിൽ, റഔബി അബ്സാരി, അവർ കണ്ണുകൊണ്ട് അത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ മാസപ്പിറവി കാണുന്നതിലൊക്കെ ഇപ്പൊ നമ്മൾ ഡേറ്റ് നോക്കിയിട്ടൊക്കെ ഒക്കെ അതിന്റെ കണക്ക് നോക്കിയിട്ടൊക്കെ നമുക്ക് മാസം നിശ്ചയിച്ചുകൂടെ, എന്തിനാ കാണാൻ നിൽക്കുന്നതെന്ന് പറയാറുണ്ട്. ശരിക്കും ഇസ്ലാമിൽ കാണുന്നതിന് വലിയ മഹത്വമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചത്? അതിലും ആത്മീയമായ സൂചനകളുണ്ട്. എല്ലാവരും കാണൂലല്ലോ, ചിലവരെ കാണുള്ളൂ. അപ്പൊ കണ്ടവര് ആരിഫീങ്ങളെ പോലെയാണ്, ബാക്കിയുള്ളവര് അവരെ വിശ്വസിക്കുക ചെയ്യുക. അപ്പൊ നിങ്ങള് ആ മാസപ്പിറവിനെ കണ്ടിട്ടില്ലെങ്കിൽ എന്നാ ആ കണ്ടോലെ നിങ്ങൾ വിശ്വസിക്കുകയെങ്കിലും ചെയ്യണം. അതുപോലെ ആരിഫീങ്ങളാ ഈ അവസ്ഥകളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ അത് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയും വേണം. വഫിൽ വർത്തജിബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് കിതാബ് പറയുന്നുണ്ട്, ഇന്നല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല ഇദാ അറാദ അൻ യസ്മഅ കലാമുഹു, അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹിന്റെ കലാമ്, അള്ളാഹിന്റെ സംസാരം കേൾക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ, അഹദൻ, ഒരു മനുഷ്യൻ കേൾക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ, മിൻ അംബിയായി വൽ ഔലിയ, അംബിയാക്കന്മാരിൽ നിന്നും ഔലിയാക്കന്മാരിൽ നിന്നും അള്ളാഹുവിന്റെ സംസാരം കേൾക്കണം, ഒരാൾ കേൾക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ, യുഅ്തീഹു സമഅൻ, അള്ളാഹു അവർക്ക് ഒരു കേൾവിനെ നൽകും, മിൻ അസ്മാഇഹി, അള്ളാഹിന്റെ കേൾവിയിൽ നിന്ന്, ഫയസ്മഉ ബിഹി കലാമുഹു, അങ്ങനെ അവർ അള്ളാഹുവിന്റെ കേൾവി കേൾക്കും, അള്ളാഹിന്റെ സംസാരം കേൾക്കും. അതായത് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ സംസാരം കേൾക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാഹുവിന്റെ കേൾവിയിൽ നിന്നൊരു കേൾവി അവർക്ക് അള്ളാഹു ഇട്ടുകൊടുത്തു, അതിൻ്റെ ഒരു തജല്ലി അള്ളാഹു അവർക്ക് വെളിവാക്കി കൊടുക്കും. അതിലൂടെയാണ് അവർ അള്ളാഹിനെ കേൾക്കുക. അതായത് ഫബി യാരിഫൂനി എന്നുള്ള പറഞ്ഞില്ല, എന്നെ കൊണ്ടാണ് അവർ എന്നെ അറിയുന്നത്. അപ്പോൾ അള്ളാഹിന്റെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരൊക്കെ ആരെങ്കിലും അള്ളാഹുവിനെ കേൾക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിലൂടെ തന്നെയാണ് അവർ അള്ളാഹിനെ കേൾക്കുന്നത്. ഏതുപോലെ കമാ ഹക്ക അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖുദ്സിയ ഹദീസിൽ അൻഹു തആല, അല്ലാഹു തആല പറഞ്ഞതായിട്ട്, ഖാല ഫൈദാ അഹ്ബബ്തുഹു കുൻതു സമഉഹു യസ്മഉ ബിഹി എന്ന് പറഞ്ഞില്ലേ. അതായത് ആരെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവൻ കേൾക്കുന്ന കേൾവി ഞാനായി തീരും എന്നുള്ള പറഞ്ഞല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാ? അവന് പിന്നെ കേൾക്കുന്നത് അള്ളാഹിന്റെ കേൾവിനെ കൊണ്ടായിരിക്കും. അസ്മഉ കലാമഹു, അള്ളാഹുവിന്റെ സംസാരം അവൻ കേൾക്കും. ലൈസ ഹുനാക ഹുറൂഫുൻ വ അസ്വാത്തുൻ, എന്നാൽ അവിടെ ആ കേൾവിയിൽ അക്ഷരങ്ങളോ അതുപോലെ തന്നെ ശബ്ദങ്ങളോ ഒന്നുമില്ല. ബൽ അസ്മാഹു ബിഹർഫിൽ ഖുദ്റതി വ സൗത്തിൽ അസലിയതി, പക്ഷെ അവൻ കേൾക്കുന്നത് ഖുദ്റത്തിന്റെ, അള്ളാഹുവിന്റെ ശക്തിയുടെ ഹർഫ് കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും, വസൗത്തിൽ അസലിയ, അവന്റെ അനാദിയായ ശബ്ദം കൊണ്ടുമാണ്. ബാഹ്യമായ ശബ്ദം കൊണ്ടോ ബാഹ്യമായ അക്ഷരങ്ങൾ കൊണ്ടോ എല്ലാം അവൻ കേൾക്കാം. ഇതിനൊക്കെ വ്യാഖ്യാനമുണ്ട് കേട്ടോ. ഇതിനെ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അല്ലദീ ഹുവ മുനസ്സഹുൻ അൻ ഹംഹമത അൽ അൻഫാസ്, അത് ശ്വാസങ്ങളുടെ മുറുമുറുപ്പിൽ നിന്നും, വഹതറാത്തിൽ വസ്വാസുകളുടെ തോന്നലുകളിൽ നിന്നൊക്കെ
സ്വതന്ത്രമാണ്. വലൈസ ഫിൽ വിലായത്തി അസലിൻ, ഈ അസലിന്റെ മേഖലയിൽ മണ്ഡലത്തിലില്ല മിൻ റുസൂമി അഹ്ലിൽ ആജാലി ഷൈഉൻ, ഈ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ഒരു അസറുകളും ഒരു അടയാളങ്ങളും. അപ്പൊ അസലിന്റെ അള്ളാഹുവിന്റെ ഹക്കിന്റെ മണ്ഡലങ്ങളിൽ സൃഷ്ടിയുടെ ഒരു അടയാളങ്ങളും ബാക്കി ഉണ്ടാവില്ല. ഹത്താ ഹുനാക്ക, എത്രത്തോളം എന്നാൽ അവിടെ ഉണ്ടാവും അസാമിയു വൽ മസ്മൂ ഇ വാഹിദൻ, കേൾക്കുന്നതും കേൾക്കപ്പെടുന്നതും ഒക്കെ ഒന്നായിട്ട് മാറും. മിൻ ഹൈഫുൽ മുഹബത്ത്, ഒന്നായി മാറാന്ന് പറഞ്ഞാൽ മഹബത്തിന്റെ അടിസ്ഥാനത്തിൽ. ലാ മിൻ ഹൈഫുൽ ജം വ തഫ്രീഖ, അല്ലാതെ ബാഹ്യമായ ഒന്നാവുന്ന അർത്ഥത്തിലല്ല. ഇത് ഇമാം വർത്തജീബി റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാക്കാണ്. ഇത് കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹുവിനെ കേൾക്കുന്ന മഹാനവകളുടെ അഭിപ്രായം അനുസരിച്ച് അള്ളാഹുവിനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു ഒരാൾക്ക് കേൾക്കണം എന്ന് ഉദ്ദേശിച്ച അള്ളാഹിന്റെ കേൾവി കൊണ്ടാണ് അവർ കേൾക്കുക. അപ്പൊ അള്ളാഹിന്റെ കേൾവി കൊണ്ട് കേൾക്കുമ്പോൾ അതിൽ അക്ഷരങ്ങൾ ഉണ്ടാവില്ല, അതിൽ ശബ്ദം ഉണ്ടാവില്ല, അതുപോലെ തന്നെ അതിൽ ചിന്തകൾ ഉണ്ടാവില്ല, അതിൽ ശ്വാസം ഉണ്ടാവില്ല, അവിടെ സൃഷ്ടിയുടെ ഒരു അടയാളം പോലും ഉണ്ടാവില്ല. എത്രത്തോളം തന്നെ കേൾക്കുന്നതും കേൾക്കപ്പെട്ടവനും ഒക്കെ ഒന്നായി മാറും ആ ഒരവസ്ഥ. അപ്പൊ ഇത് ശരിക്ക് ആരിഫീങ്ങൾക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ ഫനാവിനെ സൂചിപ്പിക്കുന്നതാണ്. ഫനാവിലാവുന്ന സമയത്ത് ഒരാൾ ഹക്കിൽ ഫനാ ആവുന്ന സമയത്ത് അവൻ കേൾക്കുന്ന കേൾവിനെ കുറിച്ചായി പറയുന്നത്. എന്നാൽ രണ്ട് രൂപത്തിലുള്ള കേൾവിയുണ്ട്. ഫനാവിലുള്ള കേൾവിയുണ്ട്, ബക്കാലുള്ള കേൾവിയുണ്ട്. ഫനാവിലുള്ള സംസാരമുണ്ട്, ബക്കാലുള്ള സംസാരമുണ്ട്. ഫനാവിലുള്ള സംസാരത്തിൽ അവിടെ സൃഷ്ടിയുടെ ഒരു അടയാളവും ബാക്കി ഉണ്ടാവില്ല, സൃഷ്ടി ഉണ്ട് എന്ന് തന്നെ അവൻ മനസ്സിലാവില്ല. എന്നാൽ ബക്കാവിൽ അവൻ സൃഷ്ടിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും, അതോടൊപ്പം സൃഷ്ടാവിനെ സ്ഥിരപ്പെടുത്തും. അപ്പോൾ ബക്കാവിലുള്ള സംസാരത്തിൽ എന്തുണ്ടാവാം? വാക്കുകൾ ഉണ്ടാവാം, അതിൽ അക്ഷരങ്ങൾ ഉണ്ടാവാം, അതിൽ ശബ്ദം ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. അപ്പം ഒരാൾ അള്ളാഹുവിനോട് സംസാരിക്കുന്നു, അള്ളാഹിനെ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും ബക്കാവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെങ്കിൽ, ഒരു ആരിഫിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അവന് ആ സംസാരത്തിൽ വാക്കുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന നിയമമല്ല, ശബ്ദങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന നിയമമല്ല. ശബ്ദം ഉണ്ടായാലും ഇല്ലെങ്കിലും ശബ്ദത്തിലൂടെയും ശബ്ദമില്ലായ്മയിലൂടെയും വാക്കുകളിലൂടെയും വാക്കുകളല്ലാത്തതിലൂടെയും അക്ഷരങ്ങളിലൂടെയും അക്ഷരങ്ങളിടയിലുള്ള ഗ്യാപ്പിലൂടെയും ഒക്കെ അവൻ അള്ളാഹിന്റെ സംസാരത്തെ കേൾക്കാനും കാണാനും വായിക്കാനും ഒക്കെ സാധിക്കും. ഇത് അള്ളാഹിന്റെ ആരിഫീങ്ങളുടെ മക്കാമോ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അത് ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. ഇമാം വർത്തജീബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈ വാക്കിനെ, വഅലം, നിങ്ങൾ അറിയണം, അന്ന അഹ്ലുൽ ജംഇ, അതായത് മാരിഫത്തിന്റെ ആളുകൾക്ക് ലാ യഷ്ഹദൂന ഇല്ലാ മുതകല്ലിമൻ വാഹിദൻ, അവരൊരാളുടെ സംസാരം മാത്രമേ കേൾക്കുള്ളൂ. ഖദിൻ തഖ, അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ബിനദരിഹിം തഅദ്ദുദി വൽ ഇസ്നൈനിയത്തി, അതായത് രണ്ടും കൂടുതലൊക്കെ ഉള്ളൂ അവർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുൽ ഫനാ പ്രാപിച്ചൊരു മനുഷ്യന് ഒന്ന് മാത്രമേ അവശേഷിക്കുള്ളൂ. രണ്ടുണ്ടെന്നോ ഒരുപാട് എണ്ണം ഉണ്ടെന്നൊന്നും പിന്നെ അവന് ബോധ്യം ഉണ്ടാവില്ല. അവൻ ഒന്നിലേക്ക് മാത്രം, ഖുൽ ഹുവല്ലാഹു അഹദ്, ആ അഹദീയത്തിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരവസ്ഥയായിരിക്കും അവനുണ്ടാവുക. അവനെയോ മറ്റുള്ളതിനെയോ ഒന്നും കാണൂല, അള്ളാഹിനെ മാത്രമേ കാണുള്ളൂ. എന്നാൽ അതിൽ പരിപൂർണത എത്തിച്ച ആൾക്കാർ, ആ ഫനാഹ് കഴിഞ്ഞ് ബക്കായിലേക്ക് കടന്നവർ, ഐറ അന്നഹും യുഫദ്ദിഖൂന ബൈന കലാമിൽ ഖുദ്റ വ കലാമിൽ ഹിക്മ, അവര് ഈ കുദ്റത്തിന്റെ കലാമിനെയും അള്ളാഹുവിന്റെ ശക്തി കൊണ്ടുള്ള സംസാരത്തിൻ്റെയും അള്ളാഹിന്റെ ഹിക്മത്ത് കൊണ്ടുള്ള സംസാരത്തിനെയും വേർതിരിച്ച് കാണും. അതായത് അള്ളാഹുവിന്റെ ഹക്കിന്റെ സംസാരത്തെയും ഹക്കിന്റെ തജല്ലിനെയും വേർതിരിച്ച് കാണും. യഥാർത്ഥമായ ഉറവിടത്തെയും ഉറവിടങ്ങളിൽ നിന്നുണ്ടാവുന്ന തജല്ലിനെയും അതിന്റെ പ്രകാശത്തെയും വെളിപാടിനെയും വേറിട്ട് കാണും. കലാമുൽ ഖുദ്റത്തി യബ്റുസു മിൻ ഐരി ഇഖ്തിയാർ, ഈ ഖുദ്റത്തിന്റെ അള്ളാഹുവിന്റെ ശക്തി കൊണ്ടുള്ള സംസാരം യബ്റുസു, അത് പുറത്തു വരും, മിൻ ഐരി ഇഖ്തിയാർ, നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ. ഒരാൾ ഫനാവ് പ്രാപിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഫനാവ് പ്രാപിക്കാൻ ആർക്കും സാധിക്കൂല. ഞാൻ ഫനാവിലായി വരാം എന്നൊന്ന് പറഞ്ഞാൽ നടക്കൂല. നമ്മൾ ഉദ്ദേശിക്കാതെ എന്തൊക്കെ സംഭവിക്കുക.
ബൽ യകൂനു മുതകല്ലിമുഹു മൗഹൂദൻ അൻഹു. കാരണം ആ സംസാരം, അള്ളാഹിൻ്റെ ആ ഒരു ഫനായിലുള്ള സംസാരം കേൾക്കുന്ന ഒരു മനുഷ്യനെ അത് പൂർണ്ണമായി പിടികൂടും. ആയിബത്തൻ അനിൽ ഇഖ്തിയാരി, അത് അവൻ്റെ തെരഞ്ഞെടുപ്പിനെയും അവൻ്റെ 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 ചിന്തകളെയും ഒക്കെ അതിൽ നിന്നൊക്കെ അവൻ ഇല്ലാണ്ടാക്കി കളയും. ഒരാൾ പൂർണ്ണമായി അള്ളാഹു ലയിക്കുമ്പോൾ അവൻ സ്വന്തമായ തോന്നലുകളോ താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ തെരഞ്ഞെടുപ്പോ ഒന്നും ഉണ്ടാവില്ല. അവൻ തന്നെ അവിടുന്ന് ഇല്ലാണ്ടായിട്ടുണ്ടാവും. എന്നാൽ കലാമുൽ ഹിക്മത്തിൻ്റെ സംസാരം, അതായത് മാരിഫത്തിലുള്ള അള്ളാഹുവിൻ്റെ തജല്ലിയിലായി കൊണ്ട് ഉള്ള സംസാരം, ആരിഫീങ്ങൾ കേൾക്കുന്ന സംസാരം, മാഹു ലർബു മിനൽ ഇഖ്തിയാർ, അത് തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ വഖദ് യസ്മഊന കലാമൽ ഖുദ്റത്തി മിനൽ ഹവാതിഫിൽ ഐബിയ, ചിലപ്പോൾ ഈ കലാമുൽ ഖുദ്റത്ത്, നേരത്തെ പറഞ്ഞ ഈ നമ്മളെ തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ ഉണ്ടാവുന്ന ഒരു സംസാരം എന്ന് പറഞ്ഞല്ലോ, അത് ചിലപ്പോൾ അവന് ബാഹ്യമായ ഒരു ഐബിയായ മറഞ്ഞ ഒരു വെളിപാടിലൂടെ അവന് സംഭവിക്കാം. വമിൻ ജമാദാത്ത്, ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിക്കാം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ല മൂസാ നബി അലൈഹി സ്വലാമിനോട് ഉണങ്ങിയ കഷ്ണത്തിലൂടെ അള്ളാഹു സംസാരിച്ചില്ല ലാ ഇലാഹ ഇല്ലാ അന, തീയിലൂടെ അള്ളാഹു സംസാരിച്ചില്ല ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ അല്ലാതെ ഇലാഹില്ല. അതൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളാണ്. അപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കളിലൂടെയും അവൻ ഈ ശബ്ദം കേൾക്കാം. അല വജിഹിൽ കറാമ, അത് അവൻ ആ കേൾക്കുന്നത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശരിക്ക് ആ ഒരു സമയത്ത് അവനെല്ലാം നഷ്ടപ്പെടുമെങ്കിലും ആ സംസാരത്തെ അവന് ജീവിതമില്ലാത്ത വസ്തുക്കളിലൂടെയും ഒരു വിളിയാളം പോലെയൊക്കെ കേൾക്കാം. അതൊക്കെ കറാമത്ത് മുജിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ കേൾക്കുന്നത്. വക്കുല്ലുഹു ഹർഫുൻ വസൗത്തുൻ, അങ്ങനെയുള്ള സംസാരങ്ങളിലും എന്തുണ്ടാവും? വാക്കും ഉണ്ടാവും, ശബ്ദം ഉണ്ടാവും. എന്നാൽ മാ യഖഉ മിനൽ ഹവാതിഫിൽ ഖൽബിയ, എന്നാൽ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു വിളിയാളുണ്ട്. ഇത് അനുഭവിക്കുന്ന സമയത്ത് ഹൃദയത്തിൽ ഉണ്ടാവുന്ന വിളിയാളം. തജല്ലിയാത്തുൽ ബാത്തിന, ആന്തരികമായി അനുഭവപ്പെടുന്ന തജല്ലി. ഖദ് യകൂനു ബിലാ ഹർഫിൻ വലാ സൗത്തിൻ, അത് അതിന് അക്ഷരങ്ങളോ ശബ്ദമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഫനാഹിൻ്റെ സമയത്ത് അനുഭവപ്പെടുന്ന ഒരു അള്ളാഹുവിൻ്റെ സംസാരത്തിൻ്റെ കേൾവി എന്ന് പറയുന്നതിനും കറാമത്ത് മോചിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശബ്ദവും കേൾവിയും ഉണ്ടാവാം, ശബ്ദവും അക്ഷരങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ അവിടെയും നമ്മൾ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന അവസ്ഥകളും ആന്തരികമായുള്ള തജല്ലികൾക്കും ശബ്ദവും കേൾവിയും ഉണ്ടാവില്ല. വഖദ് തഹ്സുലു ലഹുൽ മുഖാമലത്തു ബിൽ ഇഷാറ, അതുപോലെ തന്നെ ചില ആത്മീയമായ ഇഷാറത്തുകളിലൂടെ സൂചനകളിലൂടെയും നമുക്ക് അള്ളാഹുവിൻ്റെ സംസാരം മനസ്സിലാവും. ബിലാ സൗത്തിൻ വലാ ഹർഫിൻ, അവിടെയും ശബ്ദമോ അതുപോലെ അക്ഷരങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ ഖൗലുഹു ബൽ അസ്മഉ ബി ഹർഫിൽ ഖുദ്റത്തി വ സൗത്തിൽ അസ്ലിയ, ഇമാം വർത്തജബി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞല്ലോ, അദ്ദേഹം കേൾക്കുക ബി ഹർഫിൽ ഖുദ്റ, ഖുദ്റത്തിൻ്റെ ഹർഫ് കൊണ്ടും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ കഴിവിൻ്റെ ഹർഫ് കൊണ്ടും അവൻ്റെ അസലിയായ ശബ്ദം കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ. അത് ഇൻ അറാദ ബിഹി തജല്ലിയാത്തുൽ ബാത്തിന, അത് ഈ ബാത്തിനിയായ തജല്ലിനെ കുറിച്ചായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഫമുസല്ലിം, നമ്മളത് കീഴ്പ്പെട്ട് കൊടുക്കും, ശരിയാണ് പറഞ്ഞത്. ഈ ബാത്തിനിയായ അവർക്ക് അനുഭവപ്പെടുന്ന സംഭവത്തിന് ഒരു ശബ്ദം ഉണ്ടാവില്ല, ഒരു അക്ഷരവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വലാഖിൻ ലാഹിറു, എന്നാൽ അതിൻ്റെ ബാഹ്യമായിട്ടാണെങ്കിൽ അന്നൽ കലാമുൽ ഹക്കല്ലദീ യുസമ്യോ അംബിയ ഇവൽ ഔലിയ, അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അനുഭവപ്പെടുന്ന ഹക്കിൻ്റെ സംസാരം സൂറത്തും ഫി ദാലിക്ക, അത് ഈ അതിന് അക്ഷരങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ അതിന് ശബ്ദം ഉണ്ടാകാൻ പാടില്ല. വൈനഹു ലാ യകൂനു ഇല്ലാ ബിലാ ഹർഫിൻ വലാ സൗത്തിൻ, അതിൽ ശബ്ദവും അക്ഷരങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ലൈസ കദാലിക, അത് ഞാൻ വിശ്വസിക്കൂല, അത് ശരിയല്ല. അപ്പോൾ ബിനാജീബ് തങ്ങൾ അതിന് വിശദീകരിക്കുക. ഈ പറഞ്ഞ വർത്തജബി തങ്ങളുടെ വാക്കുകൾ അത് ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഒരു തജല്ലിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ആത്മീയമായൊരു വിളയാളത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, ബാത്തിനിയായ ഒരു തജല്ലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് ശരിയാണ്. അതായത് ഫനാവിൻ്റെ അവസ്ഥയിലുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് ശരിയാണ്. അതേസമയം ബാഹ്യമായി ആ ഫനാവിൻ്റെ അനുഭവിക്കുന്ന സമയത്തും ബാഹ്യമായ ശബ്ദം അവൻ കേൾക്കൂലെന്നില്ല.
അത് അനുഭവിക്കുന്ന സമയത്തും ബാഹ്യമായ അക്ഷരങ്ങളിലൂടെ അവൻ കാണൂല എന്നില്ല. ഇതിലൂടെയൊക്കെ അവൻ കാണാൻ കേൾക്കുകയൊക്കെ ചെയ്യാം. അത് ഉണ്ടാകാൻ പാടില്ല എന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പം അള്ളാഹിൻ്റെ സംസാരം കേൾക്കുക, നമ്മൾ അള്ളാഹിൻ്റെ സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അള്ളാഹിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ അള്ളാഹിൻ്റെ സംസാരം കേൾക്കലും കാണലും ഒക്കെ ശബ്ദമില്ലാതെ പറ്റൂ, അക്ഷരങ്ങളില്ലാതെ പറ്റൂ എന്ന് നമ്മൾ വിചാരിക്കരുത്. ശബ്ദത്തിലൂടെയും അക്ഷരങ്ങളിലൂടെയും മാത്രമാണ് സാധിക്കുക എന്നും നമ്മൾ വിചാരിക്കരുത്. അത് ശബ്ദം അക്ഷരങ്ങളും ഉണ്ടായാലും ഇല്ലെങ്കിലും അതിലൂടെയും അതിലല്ലാതെയൂടെയും ഒക്കെ അള്ളാഹു നമ്മളോട് സംസാരിക്കുക, അതിലൂടെ ഒക്കെ നമുക്ക് അനുഭവിക്കുക, അതില്ലാതെ അനുഭവിക്കാം എന്നാ പറഞ്ഞതിൻ്റെ സാരം. കൗലുഹു എന്നിട്ട് അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, വർത്തജീബി തങ്ങളുടെ വാക്ക്, വലൈസ ഫിൽ വിലായത്തി അസ്ലുൻ ഫി റുസൂമി അഹ്ലിൽ ആജാലി ഷൈഉൻ, അതായത് അസലിൻ്റെ ഹക്കിൻ്റെ മണ്ഡലത്തിൽ അവിടെ സൃഷ്ടികൾക്ക് ഒരു അടയാളവും ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. മാനാഹു അതിൻ്റെ അർത്ഥം ലം യബ്ഖ ഫി വിലായത്തി അഹ്ലിൽ മുഷാഹദത്തി അസലിൻ, അതായത് മുഷാഹദന്റെ, അതായത് അസലിനെ സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥയിൽ ബാക്കി ഉണ്ടാവില്ല. മിനർ റുസൂമിൽ ഹവാസിദ ഷൈഅൻ, സൃഷ്ടിയായ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. കുൽത്തു ലാകിന്നഹും യസ്ബിതൂന ഹിക്മത്തൻ, അതായത് ഫനാവിൻ്റെ അവസ്ഥയിൽ ഒരാൾ അനുഭവിക്കുമ്പോൾ അവിടെ സൃഷ്ടി ഒന്നും ഇല്ലാത്തൊരവസ്ഥ അവന് അനുഭവപ്പെടണം. അത് ശരി തന്നെയാണ്. പക്ഷേ അതിനർത്ഥം അത് മാത്രമേ ഉള്ളൂ എന്നല്ല. അതിൻ്റെ അപ്പുറത്ത് ഹിക്മത്തിലൂടെ മാരിഫത്തിലൂടെ നമുക്ക് വേറെ സൃഷ്ടിനെ നമ്മൾ സ്ഥാപിക്കാം. ലാകിന്നഹും യുസ്ബിതൂനഹ ഹിക്മത്തൻ വയംഹൂനഹ ഖുദ്റത്തൻ വമുശാഹദത്തൻ വലാ യൽജുമു മിൻ മഖ്ഫിഹ അദമ സുദൂരിൽ കലാമു മിൻഹ. അപ്പോൾ ഈ അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നതിലൂടെയും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സാക്ഷ്യം വഹിക്കുന്നതിലൂടെയും സൃഷ്ടിനെ മൊത്തം മായ്ച്ചു കളയുന്നതോടൊപ്പം, അത് മായ്ച്ചു കളഞ്ഞാലും അതിലൂടെ വാക്കുകൾ ഇല്ലാണ്ടാവുന്നില്ല, അതിലൂടെ ഹർഫുകൾ അക്ഷരങ്ങൾ ഇല്ലാണ്ടാവുന്നില്ല, അതിലൂടെ ശബ്ദങ്ങൾ ഇല്ലാണ്ടാവുന്നില്ല. അതായത് പിന്നെ അള്ളാഹിനോട് അവന് സംസാരിക്കുമ്പോൾ ഈ ഹർഫിലൂടെയും സംസാരിക്കാൻ പറ്റും, അക്ഷരങ്ങളിലൂടെയും സംസാരിക്കാൻ പറ്റും, വാക്കുകളിലൂടെയും സംസാരിക്കാൻ പറ്റും, അള്ളാഹുവിൻ്റെ സംസാരത്തിലൂടെയും ശബ്ദങ്ങളിലൂടെ ഒക്കെ കേൾക്കാൻ പറ്റും. അതിനർത്ഥം ഹക്കിനെ കേൾക്കാൻ പറ്റുമില്ല, ഹക്കിൻ്റെ തജല്ലി അതിലൂടെ ഒക്കെ അവൻ അനുഭവിക്കാൻ സാധിക്കും. കാരണം ഫൈനൽ ബശരീയത ലാ തുതീഖു, കാരണം മനുഷ്യ പ്രകൃതത്തിന് താങ്ങാൻ സാധിക്കൂല സമാ കലാമിൽ ഹക്കിൻ്റെ കലാമ് കേൾക്കുന്നത് ബിലാ വാസിതത്തിൽ ഹക്കമിയ, ഈ ഹിക്മത്തിൻ്റെ മധ്യവർത്തിയിലൂടെയല്ലാതെ. അതായത് ഈ പറഞ്ഞതിൻ്റെ കാകത്തുക നമ്മൾ ബക്കാവിലേക്ക് വരുമ്പോൾ ഹക്കീക്കത്തുൽ മുഹമ്മദിയയുടെ ബാഹ്യമായ പ്രകടനത്തിലൂടെ, ആ ബക്കാവിൻ്റെ പ്രകടനത്തിലൂടെ അതിലൂടെ മാത്രമാണ് നമുക്ക് അള്ളാഹിനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ബക്കാവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സംസാരത്തിൽ ഹർഫുകളും ശബ്ദങ്ങളും ഒക്കെ ഉണ്ടാവാം. അത് അള്ളാഹിനോട് സംസാരിക്കുന്നതിന് അതൊന്നും എതിരല്ല. അള്ളാഹിനെ കേൾവി കേൾക്കുന്നതിന് ഇതിനൊന്നും ഈ ശബ്ദമൊന്നും എതിരല്ല. അതിലൂടെയൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷെ അത് ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാവും. ഇത് രണ്ട് രൂപത്തിലുള്ള, ഇപ്പം നമ്മൾ അള്ളാഹിനെ കാണണം, അള്ളാഹിനെ കേൾക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് മുഴുവൻ ആയാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കരുത്. ഇതൊക്കെ ഉണ്ടായാലും നമ്മളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയിൽ ഇതൊക്കെ ഇല്ലാതാവുന്ന പോലെ അനുഭവപ്പെട്ട് മഹബത്ത് കൊണ്ട് ഇതെല്ലാം ഇല്ലാണ്ടായി അനുഭവപ്പെട്ട് അള്ളാഹുവിനെ സാക്ഷ്യം, അള്ളാഹിൻ്റെ കേൾവിനെയും അള്ളാഹിൻ്റെ സംസാരത്തിനെയും ഒക്കെ നമുക്ക് സാക്ഷ്യം വഹിക്കാം. ആ സാക്ഷ്യം വഹിച്ചതിന് ശേഷം പിന്നെ അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കേൾവിയിലേക്കും സംസാരത്തിലേക്കും ഒക്കെ മടങ്ങി വരികയും ചെയ്യാം. അതുകൊണ്ടല്ല ബഹുമാനപ്പെട്ട ഇമാം ജുനൈദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ഞാൻ 30 വർഷം അള്ളാഹിനോട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളൂ. 30 കറക്റ്റ് അളവ് എനിക്കറിയില്ല. 30 വർഷം ഞാൻ അള്ളാഹിനോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ജനങ്ങൾ കരുതിയത് ഞാൻ ജനങ്ങളോടാണ് സംസാരിക്കണമെന്ന്. അള്ളാഹു ലയിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാത്തിലൂടെ അള്ളാഹിനെ മാത്രമേ കാണുന്നുള്ളൂ. ഏത് സംസാരത്തിലൂടെ അള്ളാഹിൻ്റെ സംസാരം മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ. ആരോടും അവർ അള്ളാഹിനോടെ സംസാരിക്കുന്നുള്ളൂ, അള്ളാഹിനെ മാത്രമേ കേൾക്കുന്നുള്ളൂ, ബാഹ്യമായിട്ട് തന്നെ. പക്ഷെ ആൾക്കാർ, അപ്പോൾ അതാണ് ജുനൈദ് ബഗ്ദാദി തങ്ങൾ പറയുന്നത്, ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ അവരോടാണ് സംസാരിക്കണമെന്ന്. ഞാൻ അള്ളാഹിനോടാണ് സംസാരിക്കുന്നത്, ആൾക്കാരോടല്ല. അപ്പോൾ ഇതൊരു
ഇതൊരു ആത്മീയമായ പരിപൂർണതയാണ്. എന്നാൽ അതിൻ്റെ പകുതി എത്തിച്ച ആൾക്കാരുണ്ട്. അവർ ആ പരിപൂർണതയിൽ എത്തിയിട്ടുണ്ടാവില്ല. അവർ പറയും അള്ളാഹിനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റൂല, അള്ളാഹിൻ്റെ കേൾവിക്ക് അള്ളാഹിനെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശബ്ദത്തിലൂടെ കേൾക്കാൻ പറ്റൂല, അതുപോലെ അക്ഷരങ്ങളിലൂടെ കേൾക്കാൻ പറ്റൂല. ഇതൊന്നും ഇല്ലാണ്ടായ പൂർണ്ണമായ ഇല്ലായ്മയിൽ മാത്രമേ അത് അനുഭവിക്കാൻ പറ്റൂ. ശരിയാണ്, പൂർണ്ണമായ ഇല്ലായ്മയിലൂടെ അത് അനുഭവിക്കുക. പക്ഷേ അത് അനുഭവിക്കുന്നതോട് കൂടെ ഈ അക്ഷരങ്ങളും ശബ്ദങ്ങളും അതിന് കൂടെ ഉണ്ടാവുന്നത് അതിന് തടസ്സമല്ല. അത് അള്ളാഹിനെ കൂടുതൽ പരിപൂർണമായി മനസ്സിലാക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് ശബ്ദത്തിലൂടെയും അക്ഷരങ്ങളിലൂടെയും മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. എന്നാൽ ശബ്ദത്തിലൂടെയും അക്ഷരത്തിലൂടെയും അല്ലാതെ ആണെന്ന് മനസ്സിലാക്കരുത്. അപ്പോൾ മൂസാ നബി, ചിലർ പറയും മൂസാ നബി അള്ളാഹിനോട് സംസാരിച്ച ശബ്ദത്തിലൂടെ അക്ഷരത്തിലൂടെ മാത്രമാണ്. അതും തെറ്റാണ്. ശബ്ദത്തിലൂടെ അക്ഷരങ്ങളിലൂടെയും തീരെയല്ല എന്നും പറയരുത്. ഇത് രണ്ടിൻ്റെയും പരിപൂർണതയിലാണ് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് സംസാരിച്ചത്. സൂറത്ത് നിസായിലെ 166-ാമത്തെ ആയത്ത്, ലാക്കിനില്ലാഹു യഷ്ഹദു ബിമാ അൻസല ഇലൈക അൻസലഹു ബിഇൽമിഹി വൽ മലായികതു യഷ്ഹദൂൻ വകഫാ ബില്ലാഹി ഷഹീദ. ലാക്കിനല്ലാഹു യഷ്ഹദു, എന്നാൽ അള്ളാഹു ആണ് സാക്ഷി, ബിമാ അൻസല ഇലൈക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ച് കൊടുത്തതിന് സാക്ഷി അള്ളാഹു ആണ്. അൻസലഹു ബിഇൽമി, അള്ളാഹു അത് അവിടത്തേക്ക് അവതരിപ്പിച്ച് കൊടുത്തത് അവിടുത്തെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. വൽ മലായികതു യഷ്ഹദൂൻ, അതുപോലെ തന്നെ മലക്കുകളും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹു തന്നെ സാക്ഷിയാകാൻ അള്ളാഹു തന്നെ മതി എമ്പാടും. ഈ ആയത്തിൻ്റെ വിശദീകരണം ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ലാക്കിനില്ലാഹു യഷ്ഹദ്. ഈ ആയത്ത് ഇറങ്ങിയത് നസല ലമ്മാ സുഇല യഹൂദ്, ഈ ആയത്ത് ഇറങ്ങിയത് ജൂതന്മാർ ചോദിച്ചപ്പാണ്. നുബൂവത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബൂവത്തിനെ കുറിച്ച്. ഫഅൻകറൂ, ലമ്മാ സുഇല യഹൂദ അൻ നുബൂവത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജൂതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബൂവത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഅൻകറൂ, അപ്പോൾ അവരത് നിഷേധിച്ചു. ജാ കുഫാറുലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ കാഫിരീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു മൻ യഷ്ഹദു ലക, ആരാണ് നിങ്ങളെ സാക്ഷ്യം വഹിക്കുക? നിങ്ങൾ പറഞ്ഞ സത്യാന്ന് ആരാ പറയുക? അലാ നുബൂവത്തിക്ക്, നിങ്ങളെ നുബൂവത്തിനെ. ഉലമാഉൽ കിതാബീൻ, ഈ കിതാബിൻ്റെ പണ്ഡിതന്മാർ മുഴുവനും, കുല്ലുഹും അവരെല്ലാവരും, അൻകറു നുബൂവത്തക്, നിങ്ങളെ നുബൂവത്തിനെ അംഗീകരിക്കുന്നില്ലല്ലോ. അയിന ഷാഹിദു, ആരാണ് ഇപ്പം നിങ്ങളെ സാക്ഷി? അതാണ് നമ്മൾ പറയുക. നമ്മളിപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ കഥകളൊക്കെ എന്തിനാണ് ഇവിടെ പറയപ്പെട്ടത്? ഇതൊക്കെ നമ്മളിപ്പോഴും പ്രസക്താന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ വിഷയത്തിലൊന്നും പ്രസക്താണ്. നമ്മൾ വലിയ സ്വീകരിച്ചു, അപ്പോൾ ഒരു ത്വരീക്കത്ത് സ്വീകരിച്ചു, നമ്മൾ ഉലമാക്കളോട് പോയി ചോദിച്ചു, കിതാബിൻ്റെ ഉലമാക്കളോട്, അല്ല നമുക്ക് ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനൊന്നുമില്ല, അങ്ങനെ വലിയ തന്നെ ഇല്ല, അങ്ങനെ ത്വരീക്കത്ത് തന്നെ അല്ല, അത് ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെയോ ഉള്ളൂ, അങ്ങനെ നമുക്കും പറ്റൂല, അങ്ങനെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കുമോ? അപ്പോൾ ഒരു നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, എന്താണ് നിങ്ങളെന്ത് ത്വരീക്കത്തെ സ്വീകരിച്ചത്? ഈ ശൈഖിനൊക്കെ ആരാ അംഗീകരിക്കുക? ഏത് പണ്ഡിതന്മാരാണ് അംഗീകരിക്കുന്നത്? പണ്ഡിതന്മാരൊക്കെ എന്തിനാണ്? അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത അക്കാലത്തെ കിതാബിൻ്റെ പണ്ഡിതന്മാരാണ് ജൂതന്മാർ, ക്രിസ്ത്യാനികളൊക്കെ. അന്നത്തെ കിതാബിൻ്റെ, അതായത് അന്നത്തെ വലിയ ഉസ്താദന്മാരായി നിൽക്കുന്ന ആൾക്കാർ വരെയായിരുന്നു. അപ്പോൾ ഖുറൈശികൾ ഓരോരുത്ത് പോയി ചോദിച്ചു, ഓർക്ക് കിതാബൊന്നും അറിയില്ല. ഇവരടുത്ത് പോയി ചോദിക്കും, എന്താ ഇപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങളെ കിതാബിലൊക്കെ എന്താ പറഞ്ഞത്? അപ്പോൾ ഒരു പറഞ്ഞു, മൂപ്പർ നബി ഒന്നല്ല. അപ്പോൾ ഒരു വന്നിട്ട് വിശ്വാസങ്ങൾ എടുത്ത് വന്നതാ ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും പണ്ഡിതന്മാരെന്നെ പറയുന്നത് നബിയല്ല എന്നാ, പിന്നെ നമ്മൾ വിശ്വസിക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരാണ് നിങ്ങളെ സാക്ഷിയായിട്ടുള്ളത്? നിങ്ങളപ്പോൾ ആരെ കൊണ്ടെടുക്കുക? നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ത്വരീക്കത്തിലൊക്കെ ആരൊക്കെ ഉള്ളത്, പ്രധാനപ്പെട്ട ആൾക്കാർ പറയും എന്ന് പറയുന്നുണ്ടല്ലോ, അതേപോലെ നിങ്ങളൊക്കെ ആരെ സാക്ഷ്യം വഹിക്കുക? അപ്പോൾ അള്ളാഹു പറഞ്ഞ ലാക്കിനില്ലാഹ യഷ്ഹദു, അള്ളാഹു മതി നിങ്ങൾക്ക് സാക്ഷിയായിട്ട്. അബൂ, അവർ തിരിഞ്ഞു കളഞ്ഞാൽ അൻ യുഅദ്ദു ഷഹാദത്ത, നിങ്ങളെ സാക്ഷ്യം വഹിക്കുന്നതിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാൽ അള്ളാഹു യുബയ്യുന നുബുവത്തക, അള്ളാഹു നിങ്ങളെ നുബുവത്ത് സ്ഥിരപ്പെടുത്തും. വിമാനജയിലേക്ക് നിങ്ങൾക്ക് അവതരിപ്പിച്ചതിന് അള്ളാഹ് സാക്ഷ്യം വഹിക്കും. മിനൽ ഖുർആനിൽ മോജിസത്തായിട്ട് ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചതിൽ അള്ളാഹു സാക്ഷ്യം വഹിക്കും.
അൻസലഹു ബി ഇൽമിഹി ആലിമൻ ബിഹി, അള്ളാഹു അവൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇറക്കിയിട്ടുള്ളത്. അള്ളാഹു തബാറക തആല കുല്ലു നബിയിൻ ബഅസഹു, അള്ളാഹു സുബ്ഹാനഹു തആല അയച്ച എല്ലാ നബിക്കും യുക്രീനു ബഅസ്തഹു ബിഅതാഇ മുഅ്ജിസത്തി, അള്ളാഹു തആല ഓരോ നബിനെ അയച്ചപ്പോഴും ആ നബിൻ്റെ കൂടെ ഒരു മുഅ്ജിസത്തും അയച്ചിട്ടുണ്ട്. തിലക്കൽ മുഅ്ജിസത്ത തഖൂമു മഖാം, ആ ഒരു മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് തഖൂമു മഖാം അന്നല്ലാഹു ഖാമ വഷദ്, അള്ളാഹു അവരെ കൂടെ സാക്ഷ്യം വഹിക്കുന്നവനായി നിൽക്കുക. അപ്പോൾ അള്ളാഹു സാക്ഷ്യം വഹിക്കുക എന്നുള്ളതിന് തെളിവ് എന്താ? ആ നബിക്ക് ആ മുഅ്ജിസത്ത് ഉണ്ട് എന്നുള്ളതാണ് തെളിവ്. ലിഹാദൻ നബിയു ബിസിദ്ഖ്, ആ നബിനെ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കാൻ അള്ളാഹ് സാക്ഷ്യം വഹിച്ചു നമുക്ക് മനസ്സിലാവാൻ ആ ഒരു മുഅ്ജിസത്ത് നോക്കിയാൽ മതി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഊതിയ മിനൽ മുഅ്ജിസാത്ത്, റസൂലുള്ളാഹിക്ക് അള്ളാഹു മുഅ്ജിസത്തുകൾ നൽകി. മാലം യൂത നബിയ ഖബ്ലഹു, മുൻകഴിഞ്ഞ ഒരു നബിക്ക് അള്ളാഹു കൊടുക്കാത്ത മുഅ്ജിസത്തുകൾ കൊടുത്തു. തിൽക്കൽ മുഅ്ജിസാത്തു, ഈ മുഅ്ജിസാത്തുകൾ വെച്ചിട്ടാണ് ഹിയ ഷഹാദത്തുല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുഅ്ജിസാത്തുകൾ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സാക്ഷ്യം നിന്നത്. വലിഹാദ ലാ യതഅത്ത മിനൽ ആഖിൽ, അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിയുള്ള ആൾക്കും അനുവദനീയമല്ല അൻ യക്ഫുർ ബി മുഹമ്മദിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിക്കുക, നിഷേധിക്കുക എന്നുള്ളത്. ഉമ്മിന ബി നബിയിൻ ലി അന്നഹു ഉമ്മിന ബി നബിയിൻ, എന്നിട്ട് മറ്റ് നബിമാരെ വിശ്വസിക്കുക എന്നുള്ളതും. റസൂലുള്ളാഹി അവിശ്വസിക്കുക മറ്റ് നബിമാരെ വിശ്വസിക്കുക എന്നുള്ളതും ബുദ്ധിയുള്ള ഒരു മനുഷ്യന് പറഞ്ഞതല്ല. ലി അന്ന അംബിയാ കുല്ലഹും ഹുജ്ജത്തുഹും, കാരണം എല്ലാ നബിമാരുടെയും അവരുടെ തെളിവ് ഇന്നമാ ഹിയ മുഅ്ജിസത്ത്, അവരുടെ മുഅ്ജിസത്തുകളാണ്. വഹു ആതാ ബിൽ മുഅ്ജിസാത്ത്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. വ കൈഫ യക്ഫുർ മുഹമ്മദ്, അങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അവിശ്വസിക്കുക? മൻ അറാദ അൻ യസുദ്ദഖ ബി നബിയിനായി, മറ്റു നബിമാരെ വിശ്വസിച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചില്ല എന്നുള്ള പറയുന്നത് എങ്ങനെ ശരിയാവുക? മറ്റു നബിമാർക്ക് അള്ളാഹു മുഅ്ജിസത്ത് കൊടുത്തു, ആ മുഅ്ജിസത്ത് കൊണ്ട് അവർ നബിമാരെ വിശ്വസിച്ചു. ആ മുഅ്ജിസത്തും അതിനേക്കാൾ വലിയ മുഅ്ജിസത്തും വിശ്വാസങ്ങൾ കാണിച്ചു, എന്നിട്ട് വിശ്വാസങ്ങൾ അവർ വിശ്വസിക്കുന്നില്ല. അതെങ്ങനെ ശരിയാവുക? വൈദ തഖദ ഇൻസാനൻ അന്ന മുഹമ്മദൻ ലൈസ ബി നബിയിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയല്ല എന്നൊരു മനുഷ്യൻ വിശ്വസിച്ചാൽ തന്നെ അലിമ അവന് അറിയാൻ സാധിക്കും. കുല്ലമൻ ഷാഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സാക്ഷ്യം വഹിച്ചവർക്കൊക്കെ അറിയാൻ സാധിക്കും. വതഅസീറുഹു ഫിൽ ആലം അന്നഹു അഫ്ദല മിനൽ അംബിയ, ഈ ഭൂമിയിലുള്ള അവിടുത്തെ അടയാളപ്പെടുത്തലുകൾ നോക്കിയാൽ അമ്പിയാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠ റസൂലുള്ളാഹികളാണ് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. മറ്റ് നബിമാർ വരെ അടയാളപ്പെടുത്തിയ കാര്യങ്ങൾ വെച്ചിട്ട് റസൂലുള്ളാഹികൾ അടയാളപ്പെടുത്തിയ കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാം റസൂലുള്ളാഹികൾ എല്ലാ നബിമാരെക്കാൾ അഫ്ദലാണ്. ഇനി റസൂലുള്ളാഹികളിൽ വിശ്വസിക്കാത്ത ആൾക്ക് പോലും അത് മനസ്സിലാവുന്നു. അപ്പോൾ മലായിക്കത്തെ യശ്ഹദൂൻ, അതുപോലെ മലക്കുകളും അങ്ങക്ക് അത് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ലക്ക കുല്ലു മലായിക്കത്തിൻ യഷ്ഹദൂന അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, എല്ലാ മലക്കുകളും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് സാക്ഷ്യം വഹിച്ചവരാണ്. കഫാ ബില്ലാഹി ഷഹീദൻ, അള്ളാഹു മതി സാക്ഷ്യം വഹിക്കുന്നവനായിട്ട്. അൻത ഗനിയുൻ അൻ ഷഹാദത്തിൽ മലായിക്ക, അപ്പോൾ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നുണ്ട്, മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സംഭവമൊക്കെ ശരി തന്നെ, പക്ഷെ എന്നാലും നിങ്ങൾക്ക് മലക്കുകൾ സാക്ഷ്യം ആവശ്യമില്ല, നിങ്ങൾ അതിൽ നിന്നൊക്കെ സ്വതന്ത്രനാണ്. കാരണം ലിയാൻ അള്ളാഹു കാഫീക്ക വഹസ്ബുക്ക, റസൂലുള്ളാഹികളെ അള്ളാഹിൻ്റെ സാക്ഷ്യം മാത്രം മതി നിങ്ങൾക്ക്, വേറെ ഒന്നും വേണ്ട. മലക്കുകളും ജനങ്ങളും ഒന്നും നിങ്ങൾ സാക്ഷ്യം വഹിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. മലക്കുകൾ ഓൾറെഡി സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവരെയും സാക്ഷ്യം പോലും നിങ്ങൾക്ക് ആവശ്യമില്ല, അള്ളാഹിൻ്റെ സാക്ഷ്യം തന്നെ നിങ്ങൾക്ക് എമ്പാടുമാണ് എന്ന് റസൂലുള്ളാഹികളോട് പറയാം. ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽം, അള്ളാഹു പറയുന്നുണ്ട് ഷഹീദ് അള്ളാഹു സാക്ഷ്യം വഹിച്ചു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന്. വൽ മലായികത്തു, പിന്നെ മലക്കുകളും, വഉലുൽ ഇൽം, പിന്നെ അറിവുള്ളവരും. ആമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വിശ്വസിച്ചു. ബിമാ ഉൻസില ഇലൈഹി, അവിടത്തേക്ക് അവതരിപ്പിച്ചു കൊടുത്തത്. മീൻ റബ്ബിഹി, അവിടുത്തെ റബ്ബിൽ നിന്ന്. വൽ മുഅ്മിനീൻ, പിന്നെ മുഅ്മിനീങ്ങളും അത് വിശ്വസിച്ചു. അവല മൻ ഷഹിദ ബി വഹദാനിയത്തില്ല, അള്ളാഹിന്റെ വഹദാനിയത്തിന് ആദ്യം സാക്ഷ്യം വഹിച്ചത് ആരാണ്? അള്ളാഹ് തന്നെയാണ് തബാറക വതആല. അവല മൻ ആമന ബി റസൂലി, ആദ്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചത് ആരാണ്? ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹി തന്നെയാണ്. വഉലിൽ ഇൽമി ബഅദു, അതിനുശേഷം അറിവുള്ളവരും. സൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, മൻ അഫ്ദലുൽ അമാൽ
ഏറ്റവും അഫ്ദലായ അമലിനെ കുറിച്ച് ചോദ്യം ചോദിച്ചു. ഏത് അമലാണ് ഏറ്റവും അഫ്ദൽ എന്ന് ചോദിച്ചു റസൂലുള്ളാഹിങ്ങളോട്. അപ്പോൾ റസൂലുള്ളാഹിങ്ങൾ പറഞ്ഞു, അൽ ഇൽം, അറിവാണ് ഏറ്റവും വലിയ അമല്. നമ്മൾ ചോദിക്കുമല്ലോ നമുക്ക് ഏറ്റവും നല്ല, നമ്മൾ ആൾക്കാർക്ക് ചോദിക്കുക, ഉസ്താദ് ഏതാണ് ഏറ്റവും നല്ലത് ചെയ്യാൻ, അധികരിപ്പിക്കാൻ ഏറ്റവും നല്ല ഏതാ, എനിക്ക് കുറച്ച് സമയമുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമല്ലേ. അപ്പോൾ റസൂലുള്ളാഹിങ്ങൾ പറയാണ്, നല്ല അമല് ഇൽമാണ്, അറിവാണ്. അറിവ് പഠിക്കലും പഠിപ്പിക്കലും അതൊക്കെയാണ് ഏറ്റവും നല്ല അമലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, നസ്അലക്കാനിൽ അമലി തുജീബു അനിൽ ഇൽമ്, നമ്മൾ അമലിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇൽമിനെ പറ്റിയാണോ പറയുന്നത്? ഞാൻ കുറച്ച് സലാത്തെല്ലാം തരിക, ദിക്റെല്ലാം തരിക, ഹിസ്ബ് ചൊല്ലുക, കുറേ ഖുർആൻ ഖത്തം തീർക്കാൻ പറയുക, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിവ് പഠിക്കാനാണോ പറയുന്നത്? അതെന്താ ഇപ്പോൾ അങ്ങനെ എന്ന് ചോദിച്ചു. അപ്രശ്വാസങ്ങൾ പറഞ്ഞു, ഇന്നൽ ഇൽമ, തീർച്ചയായും അറിവ്, യൻഫഉ മഅഹു ഖലീലൽ അമൽ, കുറഞ്ഞ അമലുണ്ടെങ്കിലും അറിവ് അവന് ഉപകാരം നൽകുന്നതാണ്. അതായത് അറിവുണ്ടെങ്കിൽ കുറഞ്ഞ അമല് മതി, അതവന് ഉപകാരം ഉണ്ടാവും. അറിവുണ്ടെങ്കിൽ കുറഞ്ഞ അമല് മതി. ജഹലു, എന്നാൽ അവന് അറിവില്ലെങ്കിലോ, ലാ യൻഫഉ മഅഹു കസീറൽ അമൽ, അവൻ എത്രയോ അമലുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതവന് ഉപകാരം ചെയ്യില്ല. അറിവുണ്ട്, കുറഞ്ഞ അമല് മതി. അപ്പോൾ അറിവിനാണ് ഏറ്റവും പ്രധാനം. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞ ഭാഗമാണിത്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തങ്ങൾ പറയുന്നു, അൻസലഹു ബി ഇൽമി എന്ന് പറഞ്ഞില്ലേ, അവൻ പൂർണ്ണമായ അവൻ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവനത് അവതരിപ്പിച്ചത് എന്ന വചനത്തിൻ്റെ ഉദ്ദേശം ഖുർആനെ അതിൻ്റെ അത്യുത്കൃഷ്ടമായ ഭംഗിയോടും പൂർണ്ണതയുടെ അങ്ങേയറ്റത്തെ പൂർണ്ണതയോടും കൂടി വിശേഷിപ്പിക്കുക എന്നതാണ്. അത് ഏറ്റവും ഭംഗിയുള്ള കാര്യമാണെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത്. അതിന് ഉദാഹരണം, തികഞ്ഞ പാണ്ഡിത്യവും അറിവുമുള്ള ഒരാൾ ഒരു ഗ്രന്ഥം രചിക്കുകയും അത് തയ്യാറാക്കുന്നതിൽ അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്താൽ അദ്ദേഹം തൻ്റെ അറിവും മികവും കൊണ്ടാണ് അത് രചിച്ചത് എന്ന് പറയുന്നതിന് സമാനമാണിത്. തൻ്റെ സകല വിജ്ഞാനങ്ങളെയും ഈ ഗ്രന്ഥം രചിക്കുന്നതിനുള്ള ഉപകരണമായും മാർഗമായും അദ്ദേഹം ഉപയോഗിച്ചു എന്നാണ് ഇതിനർത്ഥം. ബഹറുൽ മദീദിലെ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു നാജിബ് റളിയല്ലാഹു തങ്ങൾ പറയുന്നു, കമാ ഷഹിദൽ ഹഖ തആല, അല്ലാഹു സുബ്ഹാനഹു തആല സാക്ഷ്യം വഹിച്ചതുപോലെ, ലിറുസുലിഹി, അവൻ്റെ മുർസലീങ്ങളെ, ബിന്നുബുവ്വതി വറിസാല, നുബുവത്തും റിസാലത്തും കൊണ്ട് മുർസലീങ്ങളെ അല്ലാഹു സാക്ഷ്യം വഹിച്ചതുപോലെ, ഷഹിദ ലിമൻ ഖാന അലാ ഖദമിഹി, ആ മുർസലീങ്ങളെ, ആ അമ്പിയാക്കന്മാരുടെ ഖദമിൽ, അവരുടെ കാൽപ്പാടുകളിൽ പിന്തുടർന്ന വറസത്തിൽ ഹാസ്വത്തി, അവരുടെ പ്രത്യേകമായ അനന്തരാവകാശം ലഭിച്ച, വിലായത്തിൽ ഖുസൂസിയ, പ്രത്യേകമായ വിലായത്ത് ലഭിച്ച ആളുകളെയും ഷഹീദ അള്ളാഹു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്പിയാക്കന്മാരെ മാത്രമല്ല അള്ളാഹു സാക്ഷ്യം വഹിച്ചത്, അവരുടെ അനന്തരാവകാശികളായിട്ടുള്ള അവന് പ്രത്യേകമായ വിലായത്ത് ലഭിച്ച ആളുകളെയും അള്ളാഹു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു നബിയെ റസൂലുള്ളാഹിങ്ങളെ നിങ്ങളെ സാക്ഷ്യത്തിന് അള്ള മതി എന്ന് പറഞ്ഞതും, നിങ്ങൾ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞതും, ആ സാക്ഷ്യം തന്നെ നിങ്ങൾക്ക് എമ്പാടും മതിയായതാണെന്ന് പറഞ്ഞതും, അത് റസൂലുള്ളാഹിങ്ങൾക്ക് മാത്രമല്ല, അവിടുത്തെ പാത പിന്തുടരുന്ന ഔലിയാക്കന്മാരോടും അള്ളാഹു അങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സാക്ഷ്യമായിട്ട് ഞാൻ മതി, നിങ്ങളെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് ഔലിയാക്കന്മാരോട് അള്ളാഹു പറയുന്നുണ്ട്. അവർ വഹും ഔലിയാഉൽ ആരിഫൂന ബില്ലാ, അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായ ആരിഫീങ്ങളാണ്. വശാഹത്തുഹും ലഹും, അവർക്ക് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്ന എങ്ങനെ? അമ്പിയാക്കന്മാരെ സാക്ഷ്യം വഹിക്കുന്ന അവർക്ക് മോജിസാത്തുകൾ നൽകിയിട്ടാണ്. എന്നാൽ ഔലിയാക്കന്മാരെ സാക്ഷ്യം വഹിക്കുന്നത് എങ്ങനെയാ? ബിമാ അദ്ഹറ അലൈഹിം, അവരിൽ അള്ളാഹു വെളിവാക്കിക്കൊണ്ടാണ്. മിനൽ ഉലൂമുൽ ലദുന്നിയായ ഇൽമുകൾ വെളിവാക്കിക്കൊണ്ടാണ്. അസ്റാർ റബ്ബാനിയായ അസ്റാറുകൾ വെളിവാക്കിക്കൊണ്ടാണ്. അവരിലൂടെ, ഈ ഔലിയാക്കന്മാരിലൂടെ ലദുന്നിയായ അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ള ഇൽമ അള്ളാഹു വെളിവാക്കും. അവരുടെ ഇൽമ്, അവരുടെ അറിവിൻ്റെയും അവരുടെ സൂക്ഷ്മമായ ജ്ഞാനത്തിൻ്റെയും ഉൾക്കാഴ്ചയുടെ ആയം നമുക്ക് അളക്കാൻ പറ്റില്ല. അത്രയും ഉൾക്കാഴ്ച അവർക്ക് അള്ളാഹു നൽകും. അവരുടെ റബ്ബാനിയായ അസ്റാറുകളൊക്കെ അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതാണ് അവരുടെ ഒരു തെളിവ്. അപ്പോൾ അവർ സാക്ഷ്യം വഹിക്കുന്നത് പറഞ്ഞാൽ ആ ആൾക്കാരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അവരിൽ ഈ കാര്യങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഒന്ന്. രണ്ടാമത്തത് വബിമ അത്ഹഫഹും ബിഹി,
അള്ളാഹു അവർക്ക് സമ്മാനമായി നൽകും മിനൽ അഖ്ലാഖിൻ നബവിയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ, വിശ്വാസങ്ങളെ, പരിശുദ്ധമായ സ്വഭാവങ്ങൾ അവർക്കുണ്ടാവും. വൽ മഹാസനൽ ബഹിയ്യ, ആളുകളെ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാവും. അതും അവരുടെ ഒരു തെളിവാണ്. വബിമ അൽഹറ അല ഐദീഹിം, അതുപോലെ തന്നെ അവരെ കൈകളിലൂടെ വെളിവാവും മിനൽ കറാമത്തുല്ലാഹിറ, ബാഹ്യമായ കറാമത്തുകളും മാൽ ഇസ്തിഖാമത്ത് ശരീഅത്തിൻ്റെ ഇസ്തിഖാമത്ത് നിലനിർത്തുന്നതോടൊപ്പം. അതായത് ഒരു വലിയൻ്റെ കറാമത്ത് നമ്മൾ വിശ്വസിക്കുന്നത്, ഒരു വലിയൻ്റെ കറാമത്തായി നമ്മൾ അംഗീകരിക്കുന്നത്, നമ്മൾ അത് വെച്ചിട്ട് അവരെ തെളിവായി നമ്മൾ കൊണ്ടുവരുന്നത് അവർക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. പരിശുദ്ധമായ ശരീഅത്തിൽ മഹാന്മാരെ വഴിയിൽ ഒക്കെ ഇസ്തിഖാമത്ത് അവർക്കില്ല. എന്നിട്ട് അവരെന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണിക്കുന്നു. ആ അത്ഭുതങ്ങളൊന്നും അവരുടെ തെളിവല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്തുകളാവുന്നതും എന്നാൽ കള്ളപ്രവാചകന്മാരുടെ അത്ഭുതം കർത്തവ്യങ്ങളും മോചിതത്തുകളാവാതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇസ്തിഖാമത്തില്ല, വിശ്വാസങ്ങൾക്ക് ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ. അതുപോലെ ഔലിയാക്കന്മാരെ ഭാഗത്തുനിന്ന് കറാമത്തുകൾ വരുമ്പോൾ അത് കറാമത്താണെന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണ്? അവർക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാവുമ്പോഴാണ്. അല്ലെങ്കിൽ കറാമത്താവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വെച്ചിട്ട് അത് തെളിവായി കൊണ്ടെടുക്കരുത്. അത് മൂപ്പരിതാ ഈ അത്ഭുതം കാണിച്ചു അതുകൊണ്ട് മൂപ്പർക്ക് വലിയാണ്, അങ്ങനെ പറയരുത്. മൂപ്പർ ശരീഅത്ത് കൊണ്ടെടുക്കുന്ന ആളാണോ, ഇസ്തിഖാമത്തുള്ള ആളാണോ, എന്നാൽ ആ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ തെളിവാണ് എന്ന് പറയാം. ലാക്കിൻ ലാ യുദ്രിക്കു ഹാദിഹി ഷഹാദത്ത, എന്നാൽ ഈ ഒരു ഷഹാദത്തിനെ, ഈ ഒരു സാക്ഷ്യത്തെ ആരും എത്തിപ്പെടൂല. അങ്ങനെ ഈ വലിയനെ കണ്ടെത്താൻ ഒരു വലിയനെ കണ്ടെത്താനുള്ള തെളിവുകളാണല്ലോ അതൊക്കെ. ലദുന്നിയായ ഇൽമുണ്ടാവുക, റബ്ബാനിയായ അസ്റാറുകൾ അവർക്ക് മനസ്സിലാക്കുക, ഏറ്റവും ഉന്നതമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവവിശേഷങ്ങൾ അവരിൽ ഉണ്ടാവുക, ഇസ്തിഖാമത്തോടു കൂടിയ കറാമത്തുകൾ അവർ വെളിവാക്കുക, എന്നതൊക്കെ അവരുടെ ലക്ഷണങ്ങളാണല്ലോ. എന്നാൽ ഈ ലക്ഷണങ്ങൾ ആരും എത്തിച്ചേരൂല. ഇല്ലാ മൻ സബഖത് ലഹു ഇനായ, അള്ളാഹു പ്രത്യേകമായ അവൻ്റെ പരിലാളന കൊണ്ട്, അവൻ്റെ ശ്രദ്ധ കൊണ്ട്, അവൻ്റെ സ്നേഹം കൊണ്ട് ആദ്യമേ ഉദ്ദേശിച്ച ആളുകളല്ലാതെ ആ ആളുകളിലേക്ക് എത്തിച്ചേരൂല. ഈ വലിയ എത്ര വലിയ നല്ല ആളായിട്ടും കാര്യമില്ല. അള്ളാഹ് ഒരാളെ ആ വലിയിലൂടെ നന്നാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ലാതെ ആ വലിയിലേക്ക് ആ മനുഷ്യൻ എത്തിച്ചേരൂല. അള്ളാഹിൻ്റെ ആദ്യമുള്ള സ്നേഹം ആ മനുഷ്യന് കിട്ടിയിട്ടല്ലാതെ ആ വലിയിലേക്ക് ആ വലിയിലേക്ക് ആൾ എത്തൂല. അദ്ദേഹം എത്ര ഈ കാര്യങ്ങളൊക്കെ കാണിച്ചാലും ശരി. വക്കാനലഹു ഹല്ലും മിനൽ വിലായ, ഈ എത്തുന്ന ആൾക്ക്, ഈ വലിയിലേക്ക് എത്തുന്ന ആൾക്ക് തന്നെ വിലായത്തിൻ്റെ ഒരു ഓഹരി ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ വിശ്വസിക്കുന്നത് തന്നെ ഒരു വിലായത്താണ്. അപ്പോൾ വിലായത്തിൻ്റെ ഓഹരി, ഈ രൂപത്തിലുള്ള ഓഹരി ലഭിച്ചവരല്ലാതെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിലേക്ക് എത്തൂല. ചെറിയ വിലായത്തിലുള്ളവരല്ലാതെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ അടുത്തേക്ക് എത്തൂല. മഹാന്മാർ പറഞ്ഞിട്ട്, സുബ്ഹാന മൻ ലം യജഅലിൽ ദലീല അലൽ ഔലിയാഇഹി ഇല്ലാ മിൻ ഹൈസു ദലീല അലൈഹി. അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അവന് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലേക്കുള്ള അടയാളങ്ങളെ, മാർഗത്തെ വെച്ചിട്ടില്ല. ഇല്ലാ മിൻ ഹൈസു ദലീല അലൈഹി, അവനിലേക്കുള്ള അടയാളങ്ങളും മാർഗങ്ങളും ആയിട്ടല്ലാതെ. അപ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിലേക്ക് നമ്മൾ എത്തണോ, അള്ളാഹുലൂടെ നമുക്ക് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിലേക്ക് എത്താൻ പറ്റും. അള്ളാഹു ആദ്യമേ ഉദ്ദേശിക്കണം, എന്നാലേ പറ്റുള്ളൂ. അള്ളാഹു ആദ്യമേ നമുക്കതിൻ്റെ ഒരു അള്ളാഹിൻ്റെ സ്നേഹവും അടുപ്പമൊക്കെ കിട്ടിയവർക്കേ ആദ്യം ഈ ഔലിയാക്കന്മാരുടെ അടുത്തൊക്കെ എത്താൻ പറ്റും. അള്ളാഹിൻ്റെ വഴി തന്നെയാണ് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെയും വഴി. അല്ലാതെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വഴിയും, അള്ളാഹ്ക്ക് വേറെ കുറേ വഴികളുണ്ട്, അങ്ങനെയല്ല. അള്ളാഹ്ക്ക് വേറൊരു വഴിയുമില്ല. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ വഴി തന്നെയാണ് അള്ളാഹിൻ്റെ വഴി. അപ്പോൾ അള്ളാഹിലേക്ക് തേടുന്നവർക്കേ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിലൂടെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ കാണാൻ പറ്റും. വലം യൂസിലു ഇലൈഹി ഇല്ലാ മൻ അറാദ യൂസിലുഹു ഇലൈഹി. അള്ളാഹുവിലേക്ക് എത്തിക്കണം എന്ന് അള്ളാഹ് ഉദ്ദേശിച്ചിട്ടല്ലാതെ ഒരു വലിയിലേക്കും ആ ഒരു മനുഷ്യനെ അള്ളാഹു എത്തിക്കൂല. അപ്പോൾ ഒരു വലിയിലേക്ക് അള്ളാഹു ഒരു മനുഷ്യനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വലിയ ഈമാൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം അള്ളാഹുവിലേക്ക് എത്തിക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാ. അല്ലാതെ ആ വലിയിലേക്ക് അള്ളാഹു എത്തിക്കൂല. ഒരു കവാടത്തിലേക്ക് അള്ളാഹു എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കവാടത്തിലേക്ക് ആ വീട്ടിലേക്ക് എത്തിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചതെന്നല്ലേ അർത്ഥം. അപ്പോൾ ഈ ഒരു വലിയിലേക്ക് അള്ളാഹു എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിലേക്ക് എത്തിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ അള്ളാഹിൻ്റെ വഴി തന്നെയാണ്.
ആ അള്ളാഹിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാന്ന് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ വഴിയിലേക്ക് പ്രവേശിക്കുക എന്നർത്ഥം. ഏതെങ്കിലും ഒരു വലിയൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യന് അള്ളാഹു എത്താൻ തൗഫീക്ക് നൽകിയാൽ അതിനർത്ഥം അള്ളാഹുവിലേക്ക് എത്താനും അള്ളാഹു തൗഫീക്ക് നൽകിയിട്ടുണ്ട് എന്നാണ്. ഏതെങ്കിലും അതിന് നേരെ ഓപ്പോസിറ്റ് ശരിയാണ്. ഏതെങ്കിലും ഒരു വലിയിൽ നിന്ന് അള്ളാഹു ഒരാൾ ഒഴിവാക്കിയാൽ അതിനർത്ഥം അള്ളാഹു അവനെ ഒഴിവാക്കി എന്നാണ്. അല്ലാതെ ആ വലിയന് സ്വന്തമായി ഒഴിവാക്കലില്ല. അപ്പോൾ ഔലിയാക്കന്മാരെ ഒഴിവാക്കുന്നത് അള്ളാഹുവിനെ ഒഴിവാക്കുന്നതിന് തുല്യമാണ്. ഔലിയാക്കന്മാരെ സ്വീകരിക്കുന്നത് അള്ളാഹുവിനെ സ്വീകരിക്കുന്ന തുല്യമാണ്. മറ്റൊരർത്ഥത്തിൽ മഹാന്മാർ പറഞ്ഞത് കാണാം, ഏതെങ്കിലും ഒരു വലിയിൽ നിങ്ങൾ എത്തിച്ചേരുന്നത്, വലിയനെ മനസ്സിലാക്കുന്നത് അള്ളാഹിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ വലുതാണ്. കാരണം എന്താ? അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരായതുകൊണ്ട് മനുഷ്യന്മാരുടേതായ സ്വഭാവങ്ങളൊക്കെ അവർക്കുണ്ടാവും. അപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ഒരു വലിയനെ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അള്ളാഹു പ്രത്യേകമായ ഒരു നോട്ടം അവർക്ക് ഹൃദയത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ ആ ആളിലേക്ക് എത്തിച്ചേരുള്ളൂ. അങ്ങനെ ഒരാളിലേക്ക് എത്തിച്ചേരണം, പിന്നെ അള്ളാഹിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമല്ലേ? അത് അള്ളാഹിൻ്റെ ഡോറാണല്ലോ ആ വലിയ. അപ്പം അള്ളാഹിലേക്കുള്ള വഴി എളുപ്പമാണ്. ഈ വലിയിലെത്തിച്ചേർന്നാൽ മതി. എന്നാൽ ഈ വലിയിലേക്കുള്ള വഴി വളരെ കടുപ്പാണ്. ഇനി ഒരാളെ വലിയിനെ എത്തിച്ചേർന്നു കരുതുക. വഴിയിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ വലിയൻ്റെ ബാഹ്യമായ രൂപത്തിലോ പിന്നെ വലിയുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ എത്തിച്ചേരുക എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകളിൽ കുറേശികളൊക്കെ എത്തിച്ചേരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഓരൊക്കെ വിശ്വസിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ആ വലിയിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ആ വലിയനെ ഈമാൻ വെക്കലും ആ വലിയിലായിട്ട് ജീവിതം സമർപ്പിക്കലും ഒക്കെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ വലിയ എത്തിച്ചേരുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ, നമ്മളവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ചില ആളുകൾ വാതിലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും, പക്ഷേ എവിടെ വാതിൽ നിന്ന് അന്വേഷിച്ച് നടക്കുകയായിരിക്കും. അവർക്കറിയില്ല വാതിൽ അവിടെ തന്നെയുള്ളത്.